യേശുവേ ഞാൻ നിന്നിലും നീ എന്നിലും എന്നും. എത്ര പേർ പറയും യേശുവേ യേശുവേ ഞാൻ നിന്നിലും നീ എന്നിലും എന്നും. യേശുവേ ചേർന്ന് യേശുവേ യേശുവേ ഞാൻ നിന്നിലും നീ എന്നിലും എന്നും. എൻ്റെ കൂടെ പോരണമേ, എൻ്റെ കൂടെ നിന്നിടണേ, എനിക്കങ്ങേ വേണമേ, എനിക്കെന്നും വേണമേ. എൻ്റെ കൂടെ പോരണമേ, എൻ്റെ കൂടെ നിന്നിടണേ, എനിക്കങ്ങേ വേണമേ, എനിക്കെന്നും വേണമേ. യേശുവേ ഞാൻ നിന്നിലും നീ എന്നിലും എന്നും. യേശുവേ 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 ഞാൻ നിന്നിലും നീ എന്നിലും എന്നും. യേശുവേ ഒരിക്കൽ കൂടെ ആവർത്തിച്ചേ, യേശുവേ ഞാൻ നിന്നിലും നീ എന്നിലും എന്നും. ഞാൻ നിന്നിലും അങ്ങെന്നിലും എന്നും. എത്ര ധന്യം, എത്ര സന്തോഷം, എത്ര ആനന്ദം. യേശുവിൻ്റെ കൂടെയുള്ള ജീവിതം അത് ആസ്വദിക്കുന്നവർ, അനുഭവിക്കുന്നവർ ചേർന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഓ നല്ല കർത്താവേ, കർത്താവിൻ്റെ അത്ഭുതങ്ങൾ കണ്ടുകൊണ്ട്, കർത്താവിൻ്റെ അതിശയങ്ങൾ കണ്ടുകൊണ്ട് ഓരോ ദിവസം ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കുന്നു. ഞാൻ ഇന്ന് രാവിലെ ഓർപ്പിച്ചതുപോലെ നാളുകൾ ദൈവം നമുക്ക് തരുന്നത് ഭയങ്കര അനുഗ്രഹമായിരിക്കും. നമ്മൾ ഇന്ന് വരെ കാണാത്തതും ഇന്ന് വരെ കേൾക്കാത്തതും ഇന്ന് വരെ ചിന്തിക്കാത്തതുമായ ദൈവത്തിൻ്റെ വഴികളിലൂടെ ദൈവം നമ്മെ നടത്തും. സ്തോത്രം. അത്ഭുതങ്ങൾ തന്നെ പ്രതീക്ഷിക്കുക. ആമേൻ ആമേൻ. ചെറുതായി തുടങ്ങി വലുതായി തീർക്കുന്നൊരു ദൈവമാണ്. ക്രിസ്തീയ ജീവിതം അങ്ങനെ തന്നെയാണ്. ഏറ്റവും നല്ലത് വരുവാൻ പോകുകയാണ്. ഏറ്റവും വലുത് ദൈവം ചെയ്യാൻ പോകുകയാണ്. നമ്മൾ കാണാത്ത കാര്യങ്ങളോട് ദൈവം നമ്മെ നടത്തുവാൻ പോകുകയാണ്. വിശ്വസിച്ച് ദൈവത്തെ സ്തോത്രം ചെയ്താണ്. ഇന്ന് പകലും കർത്താവ് നമ്മെ അനുഗ്രഹിച്ചു, ഇന്ന് രാത്രിയും ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരു വചനം പങ്കുവെച്ച് പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ ഒരു ആലോചന. ഫിലിപ്പ് ലേഖനം 4-ാം അധ്യായം, സുപരിതമായൊരു വചനഭാഗം. 4-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായും തീർത്തു തരും. ഓക്കെ. നമ്മുടെ ദൈവവും പിതാവുമായവന് എന്നേക്കും മഹത്വം. പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മോട് സംസാരിക്കുന്ന വചനം വളരെ ലളിതമായൊരു വചനമാണ്. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ചേർന്ന് പറഞ്ഞാട്ടെ, പൂർണ്ണമായി തീർത്തു തരും. ഞാൻ ഇന്ന് നിങ്ങളോട് ഓർപ്പിക്കുന്ന ദൈവശബ്ദം നിങ്ങളുടെ പ്രശ്നങ്ങളെ, നിങ്ങളുടെ കടങ്ങളെ മുഴുവനായി മാറ്റിത്തരുന്നൊരു ദൈവം. കൈകളെ ഉയർത്തി ഒരു ആമേൻ പറഞ്ഞാട്ടെ. നിന്റെ കടങ്ങളെ മുഴുവനായിട്ട് മാറ്റിത്തരുന്നൊരു കർത്താവ്. ഘട്ടം ഘട്ടമായിട്ടല്ല, പൂർണ്ണമായിട്ട് മാറ്റിത്തരുന്നൊരു കർത്താവ്. നിന്റെ ജീവിതത്തിൽ പൂർണ്ണ വിടുതൽ അനുഭവിക്കും, പൂർണ്ണ നന്മ പ്രാപിക്കും, പൂർണ്ണ അനുഗ്രഹം പ്രാപിക്കും. നീ പൂർണ്ണമായിട്ട് എല്ലായിടത്തും ദൈവകൃപ അനുഭവിക്കും. വിശ്വസിച്ച് കരങ്ങളെ ഉയർത്തി ആമേൻ പറഞ്ഞാട്ട്. അപ്പോൾ ഇന്നത്തെ ഒരു ദൂത ഇതാണ്, പൂർണ്ണമായിട്ട് കടങ്ങളെ മാറ്റുന്ന ദൈവം. ആമേൻ. ഒന്ന് ചേർന്ന് ആമേൻ പറയാമോ? ഞാൻ ഈ വചനം പറയുമ്പോൾ ദൈവത്തിൻ്റെ വചനം
എപ്പോഴും നമ്മുടെ ആത്മീകവും നമ്മുടെ ഭൗതികവും നമ്മുടെ അക്ഷരികമായ ഇടങ്ങളെ തൊടുന്നതാണ്. ദൈവവചനം എല്ലായിടത്തും തൊടും. യേശു എല്ലായിടത്തും തൊടും. യേശുവിനെ നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ നിങ്ങൾക്കെല്ലാം കിട്ടിക്കഴിഞ്ഞു. പിന്നെ വേറെ ആരെയും തിരയേണ്ട ആവശ്യമില്ല. അവനിൽ എല്ലാ വിഷയവും പരിഹരിക്കപ്പെട്ടിരിക്കും. അതുകൊണ്ട് ദൈവവചനം എല്ലാ ഏറിയയും തൊടുന്നതാണ്. ഇന്നത്തെ കടം മാറ്റുമെന്ന ദൂത് പറയുമ്പോൾ അത് അക്ഷരികം മാത്രമല്ല, ഭൗതികം മാത്രമല്ല, ആത്മീയമായി എല്ലാ ഏറികളിലും ഒരു ദൈവ അനുഗ്രഹം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഞാൻ ഈ വചനം പറയുമ്പോൾ വേദപുസ്തകം എല്ലാ ഏറിയയും തൊടുന്നതാണ്. ഇപ്പം നമ്മുടെ ഈ ഗവൺമെൻറ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ പോലെ മെഡിക്കൽ കോളേജ് പോലത്തെ ഒരു സിസ്റ്റം അല്ല ഇത്. എന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ നോക്കുന്നവർ കണ്ണ് മാത്രമേ നോക്കത്തുള്ളൂ. ആമേൻ. അവർ കൈ നോക്കത്തില്ല. കൈ നോക്കുന്നവർ ഒരിക്കലും ചെവി നോക്കത്തില്ല. പക്ഷെ ഇവിടെ എല്ലാം എടുക്കും. യേശുവിൻ്റെ പ്രത്യേകത, യേശുവിനെ കണ്ടുമുട്ടിയ പിന്നെ വേറെ ആരെയും കണ്ടുമുട്ടണ്ട. അവിടെ പരിഹരിക്കപ്പെടാത്ത ഒരു കാര്യവും ഇല്ല. കാര്യങ്ങളൊന്ന് തട്ടി ദൈവത്തെ സ്തുതിച്ചാട്ടെ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു, നിങ്ങളുടെ എല്ലാ വിഷയം പരിഹരിക്കുന്ന ദൈവമാണ്. ഇപ്പൊ നിങ്ങളുടെ കടം പൂർണ്ണമായിട്ട് കർത്താവ് തീർത്തു തരും. വചനത്തിലൂടെ ഈ ദൂത് പറയുമ്പോൾ ഒരു ഭയങ്കര ഡെലിവറൻസ് നിങ്ങൾ പ്രതീക്ഷിച്ചു. ഞാൻ ഓർപ്പിക്കാം, ഇത് പറയുമ്പോൾ മറ്റൊരു വാക്ക് പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ വരുന്നു. ദൈവവചനം എല്ലാ ഏറിയ തൊടുന്നതാണ്. അപ്പോൾ അത് എല്ലാ വചനവും എല്ലാ ഏറിയയും തൊടും. ഇപ്പോൾ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം, ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. വായിച്ചോ. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ചേർന്നൊരാമയും പറഞ്ഞോ. ഈ വചനം നിങ്ങൾക്കുള്ള വചനമാണ്. യേശുവിനെ വിശ്വസിക്കുമ്പോൾ ഒരുവൻ വ്യക്തിപരമായി അനുഗ്രഹിക്കപ്പെടും. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു അനുഗ്രഹമായിരിക്കും. പറ നിങ്ങൾ ഒരു അനുഗ്രഹമായിരിക്കും. നിങ്ങൾ ഒരിടത്ത് കാല് ചവിട്ടിയാൽ അവിടെ മാറ്റം ഉണ്ടാവും. നിങ്ങളൊരു കുടുംബത്തിൽ കയറി ചെന്നാൽ ആ കുടുംബം വിടുവിക്കപ്പെടും. നിങ്ങൾ ഒരു വ്യക്തിയെ അനുഗ്രഹിച്ചാൽ അവർ അനുഗ്രഹിക്കപ്പെടും. കാരണം നിങ്ങൾ ഒരു ട്രാജഡി അല്ല, നിങ്ങൾ ഒരു അനുഗ്രഹമാണ്. അപ്പൊ ഈ ദൂത് നിങ്ങൾ എടുത്തോണം. ഇത് വ്യക്തിപരമായുള്ള അനുഗ്രഹമാണ്. രണ്ടാമത്തെ വചനം നിങ്ങൾ നോക്കിക്കോ. ആവർത്തന പുസ്തകം 28-ാം അധ്യായം 2 മുതലുള്ള വാക്യങ്ങൾ പെട്ടെന്ന്. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിച്ചാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് സിദ്ധിക്കും. ഈ അനുഗ്രഹങ്ങൾ നിങ്ങൾ ആ വചനം ശ്രദ്ധിച്ചോണം. ഈ അനുഗ്രഹങ്ങളെല്ലാം നിങ്ങൾക്ക് സിദ്ധിക്കും. പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും, വയലിൽ നീ അനുഗ്രഹിക്കപ്പെടും. നിന്റെ ഗർഭഫലവും കൃഷിഫലവും മൃഗങ്ങളുടെ ഫലവും നിന്റെ കന്നുകാലിയുടെ പേരും ആടുകളുടെ പിറപ്പും അനുഗ്രഹിക്കപ്പെടും. നിന്റെ കൊട്ടയും മാവ് കുഴക്കുന്ന തൊട്ടിയും അനുഗ്രഹിക്കപ്പെടും. അകത്തു വരുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും, പുറത്തു പോകുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും. നിന്നോട് എതിർക്കുന്ന ശത്രുക്കൾ യഹോവ നിന്റെ മുമ്പിൽ തോൽക്കുമാറാക്കും. അവർ ഒരു വഴിയായിട്ട് വരും, 7 വഴിയായി നിന്റെ മുമ്പിൽ ഓടിപ്പോകും. യഹോവ നിന്റെ കളപ്പുരയിലും നീ തൊടുന്ന എല്ലാറ്റിലും നിനക്ക് അനുഗ്രഹം കൽപ്പിക്കും. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് അവൻ നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ പ്രമാണിച്ച് അവന്റെ വഴികളിൽ നടന്നാൽ യഹോവ നിന്നോട് സത്യം ചെയ്തതുപോലെ നിന്നെ തനിക്ക് വിശുദ്ധ ജനമാക്കും. യഹോവയുടെ നാമം നിന്റെ മേൽ വിളിച്ചിരിക്കുന്നു എന്ന് ഭൂമിയിലുള്ള സകല ജാതികളും കണ്ട് നിന്നെ ഭയപ്പെടും. നിനക്ക് തരുമെന്ന് യഹോവ നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്ത് യഹോവ നിന്റെ നന്മയ്ക്കായി ഗർഭഫലത്തിലും കന്നുകാലിയുടെ ഫലത്തിലും നിന്റെ നിലത്തിലെ ഫലത്തിലും നിനക്ക് സമൃദ്ധി നൽകും. തീർന്നില്ല. തക്ക സമയത്ത് നിന്റെ ദേശത്തിന് മഴ തരുവാനും നിന്റെ വേലയൊക്കെ അനുഗ്രഹിപ്പാനും യഹോവ നിനക്ക് തന്റെ നല്ല ഭണ്ഡാരമായ ആകാശം തുറക്കും. നീ അനേകം ജാതികൾക്ക് വായ്പ കൊടുക്കും, എന്നാൽ നീ വായ്പ വാങ്ങുകയില്ല. ഇതിങ്ങനെ അനുഗ്രഹം പോകുകയാണ്. ഈ അനുഗ്രഹത്തിന് പറയുന്ന പേരാണ് ഭൗതിക അനുഗ്രഹം. അത് നിനക്കുള്ളതാണ്.
പക്ഷെ ഇത് കേൾക്കുമ്പോൾ ഒന്ന് വിശ്വസിച്ചാണ്, അത്രേ ഉള്ളൂ. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നമ്മെ വിടുവിച്ചു, പക്ഷെ ആ ബ്ലെസ്സിങ് നമ്മുടെ മേലുണ്ട്. അതുകൊണ്ടാണ് കൊരിന്ത്യർ ലേഖനം പറയുന്നത്, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അത് ഞങ്ങളിൽ ആമേൻ. മിണ്ടിയില്ല, ആമേൻ. അപ്പോൾ ഈ ബ്ലെസ്സിങ് നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾ എന്ത് ചെയ്താൽ അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾ അകത്ത് വരുമ്പോൾ അനുഗ്രഹിക്കപ്പെടും, പുറത്ത് പോകുമ്പോൾ അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾ എന്ത് നട്ടാലും അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾ എന്ത് തുടങ്ങിയാലും അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ ബിസിനസ് അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ ജോലി അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അത് മുഴുവൻ അനുഗ്രഹിക്കപ്പെടും. കരമടിച്ചാമേൻ പറഞ്ഞാട്ടെ. ഇത് നിങ്ങൾക്കുള്ളതാണ്. പറ, ഇത് നിങ്ങൾക്ക്, പറ, ഇത് നിങ്ങൾക്ക് ഉള്ളതാണ്. അപ്പോൾ ഉൽപ്പത്തി 12:1-2 അനുഗ്രഹം നിങ്ങൾ വ്യക്തിപരമായ അനുഗ്രഹമാണ്. 2 ആമേൻ ആവർത്തനം 28 ഭൗതിക അനുഗ്രഹം, അത് നിങ്ങൾക്കുള്ളതാണ്. ഇത് രണ്ടുമല്ല, അടുത്ത അനുഗ്രഹം. ആമേൻ മത്തായി സുവിശേഷം 5-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങൾ. ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. അത് അതില് ഭാഗ്യവാൻ എന്ന വേർഡ് മലയാളത്തിൽ കിടക്കുമ്പോൾ യഥാർത്ഥമായി വേക്ക് അനുഗ്രഹിക്കപ്പെട്ടവർ. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവർ, അതുകൊണ്ട് ദൈവരാജ്യം നിങ്ങൾക്കുണ്ട്. അടുത്ത വാക്ക്, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, ആശ്വാസം നിങ്ങൾക്കുണ്ട്. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, ഭൂമി അവകാശമാക്കും. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, തൃപ്തി വരും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, ദൈവത്തെ കാണും. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. നീതി നിമിത്തം ഉദ്ധരിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം അവർക്കുള്ളത്. എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കും. ഈ വാക്ക് കേട്ടോ, ഇവിടെ പറയുന്ന എല്ലാ ബ്ലെസ്സിങ്ങും നിങ്ങൾക്കുണ്ട്. ആമേൻ. നിങ്ങൾ ദൈവത്തെ കാണും, ദൈവമക്കളെന്ന് വിളിക്കപ്പെടും, ദൈവരാജ്യം നിങ്ങൾക്ക് കിട്ടും. ഈ അനുഗ്രഹത്തിന്റെ പേര് ദൈവരാജ്യ അനുഗ്രഹം. ഓ, നിങ്ങൾ ആമേൻ പറഞ്ഞില്ല? ദൈവ രാജ്യ അനുഗ്രഹം, അതും നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾ ദൈവത്തെ കാണും. ഒരു സന്തോഷം വന്നില്ല, ഒരിക്കൽ കൂടി പറയാം, നിങ്ങൾ ദൈവത്തെ മിണ്ടുന്നില്ല, നിങ്ങൾ ദൈവത്തെ, അത് നിങ്ങളോടുള്ള അനുഗ്രഹമാണ്. അന്യനല്ല, സ്വന്തം കണ്ണാൽ നിങ്ങൾ കാണും, കാണും, കാണും. നിങ്ങൾ ദൈവത്തെ കാണും. നെക്സ്റ്റ് വേർഡ്, ദൈവരാജ്യം നിങ്ങൾക്കുള്ളത്. നിങ്ങൾക്കുള്ളതാ ദൈവരാജ്യം. ആ ദൈവരാജ്യം ഏതാണ്? അതിലെ ഒന്ന്, ആമേൻ, ദൈവരാജ്യം ഭക്ഷണമല്ല, പാനീയമല്ല, അത് നീതിയാണ്, അത് സമാധാനമാണ്, അത് സന്തോഷമാണ്. ദൈവരാജ്യം നിങ്ങളുടെ കുടുംബത്തിൽ വെളിപ്പെടും. ദൈവരാജ്യം നിങ്ങളുടെ തലമുറയിൽ വെളിപ്പെടും. ദൈവരാജ്യം നിങ്ങളുടെ ദേശത്ത് വെളിപ്പെടും. ദൈവരാജ്യം നിങ്ങൾക്കുള്ളത്. കരങ്ങൾ അടിച്ചാമേ പറഞ്ഞാട്ടെ. നിലവിളികളും മുറവിളികളും തകർച്ചകളും ഭിന്നതകളും അല്ല നിങ്ങളുടെ അവകാശം, ദൈവരാജ്യമാണ്. എല്ലാവരും കരകൾ തട്ടിപ്പറ, ഞങ്ങളത് അവകാശപ്പെടുകയാണ്. ഓ, നാവുകളെ തുറന്നാമേ പറഞ്ഞാട്ടെ. അടുത്ത വാക്ക് ഒരു ബ്ലെസ്സിംഗ് ആണ്. ദൈവപുത്രന്മാർ എന്ന് നിങ്ങൾ വിളിക്കപ്പെടും. വിളിക്കപ്പെടും ദൈവത്തിന്റെ മക്കൾ. ഈ ബ്ലെസ്സിംഗ് നിങ്ങൾക്കുള്ളതാ. ഈ അനുഗ്രഹത്തിന്റെ പേര് ദൈവരാജ്യ അനുഗ്രഹം. അപ്പൊ 3 അനുഗ്രഹം ഞാൻ പറഞ്ഞു. 1 വ്യക്തിപരമായ അനുഗ്രഹം, 2 ഭൗതിക അനുഗ്രഹം, 3 ദൈവരാജ്യ അനുഗ്രഹം. പിന്നെ ഒരനുഗ്രഹം കൂടെ ഉണ്ട്. അതാണ് എഫേസ്യ ലേഖനം 1:3. സ്വർഗത്തിലെ സകലവിധ ആത്മീയാനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവേശുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. ഈ അനുഗ്രഹത്തിന്റെ പേര് സ്വർഗീയ അനുഗ്രഹം. ഈ അനുഗ്രഹത്തിൽ എന്താണ് വരുന്നത്? അടുത്ത വാക്ക് പറയുന്നു, തന്റെ സന്നിധിയിൽ നാം വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് ലോക സ്ഥാപനത്തിന് മുമ്പേ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം ആമേൻ നാം ക്രിസ്തുവിൽ മുൻ നിയമിക്കപ്പെടുകയും ചെയ്തു. ഇതിനകത്തെ അനുഗ്രഹം നീതി, വിശുദ്ധി, തേജസ്, വീണ്ടെടുപ്പ്, ശുദ്ധീകരണം, ഇങ്ങനെ പോകുന്ന ഈ ബ്ലെസ്സിംഗ് അത് നിങ്ങൾക്കുള്ളതാണ്. അപ്പോൾ പഴയ നിയമത്തിലെ 2 അനുഗ്രഹം, പുതിയ നിയമത്തിലെ 2 അനുഗ്രഹം. പഴയ നിയമത്തിലെ 2 അനുഗ്രഹം കിട്ടിയാൽ ഇവിടെ ജീവിക്കാം. പുതിയ നിയമത്തിലെ 2 അനുഗ്രഹം കിട്ടിയാൽ അവിടെ ജീവിക്കാം. ഇത് 4 കിട്ടിയാൽ അവിടെ ഇവിടെയും ജീവിക്കാം. ചിലർക്ക് ഇവിടത്തെ വേണ്ട, അവിടത്തെ മാത്രം മതി.
പിന്നെ വായു ഭക്ഷിച്ച് ജീവിക്കാൻ പറ്റുമോ? നീയായിട്ടൊന്നും അടയ്ക്കരുത്. പഴയ നിയമത്തിൽ 2 ബ്ലെസ്സിങ് കിട്ടിയാൽ ഈ ഭൂമിയിൽ നീ ആനന്ദത്തോടെ ജീവിക്കാം. പുതിയ നിയമത്തിൽ പറയുന്ന 2 അനുഗ്രഹം ലഭിച്ചാൽ നിനക്ക് ദൈവബന്ധത്തിൽ, വിശുദ്ധിയിലും, വേർപാടിലും, കൃപയിലും ജീവിക്കാം. അപ്പോൾ ഈ 4 അനുഗ്രഹത്താലാണ് നമ്മുടെ ജീവിതം ധന്യമാകുന്നത്. എന്ന് പറഞ്ഞാൽ അത് അക്ഷരികമുണ്ട്, ആത്മീകമുണ്ട്, ഭൗതികമുണ്ട്, സാമ്പത്തികമുണ്ട്, എല്ലാം ഉണ്ട്. ഒരു കൈ അടിച്ചരാമേൻ പറഞ്ഞേ. 4 വേണ്ടവർ കർത്താവിനെ സ്തുതിച്ചേ. പോരാ, 4 വേണ്ടവരെന്ന് കർത്താവിനെ സ്തുതിച്ചേ. അപ്പൊ ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം, വചനത്തിനകത്ത് എല്ലാ ഏരിയയും തൊടും, എല്ലാ ഏരിയയും തൊടും. ഒരു ഏരിയ മാത്രമല്ല, എല്ലാ ഏരിയയും. നീ വ്യക്തിപരമായ ഒരു അനുഗ്രഹമാ, ഫൈനാൻഷ്യലി നീ അനുഗ്രഹിക്കപ്പെടും, ദൈവരാജ്യ സംബന്ധമായി നീ അനുഗ്രഹിക്കപ്പെടും, സ്വർഗത്തെ സംബന്ധിച്ച് നീ അനുഗ്രഹിക്കപ്പെടും. ഈ 4 വിധ കാറ്റഗറിയേ ഉള്ളൂ. ഈ 4 വിധത്തിലും ദൈവം നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഇത് വിശ്വസിക്കുക, ഏറ്റെടുക്കുക. അപ്പോൾ അതേപോലെ തന്നെയാണ് ഈ വിഷയത്തിലേക്ക് നമ്മൾ വരുന്നത്. ദൈവം നമ്മുടെ കടങ്ങളെ മാറ്റും. പിന്നെ ഈ വചനം തീരുമ്പോൾ കടം ഉണ്ടോ എന്ന് നിങ്ങൾ പറഞ്ഞോണം. കടക്കാരെ കർത്താവിന് വേണം. അതൊരു ദൂത. കടം ഉണ്ടെങ്കിലേ കർത്താവ് തീർക്കുകയും ചെയ്യത്തുള്ളൂ. അപ്പോൾ എങ്ങനെ കർത്താവ് കടങ്ങളെ മാറ്റുന്നേ? അതിൽ ഒന്നാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് തരാം. 1 ശമൂവേലിന്റെ പുസ്തകത്തിലേക്ക് വന്നാട്ടെ, 22-ാം അധ്യായം, അതിന് 2-ാമത്തെ വാക്യം. വളരെ ഞെരുക്കമുള്ളവർ, കടമുള്ളവർ, സന്തുഷ്ടിയില്ലാത്തവർ എന്നീ വകക്കാരൊക്കെയും അവന്റെ അടുക്കൽ വന്നുകൂടി. അവൻ അവർക്ക് തലവനായി തീർന്നു. അവനോടുകൂടെ ഏകദേശം 400 പേരുണ്ടായിരുന്നു. മതി. ദാവീദിന്റെ കൂടെയുള്ള ഒരു സൈന്യത്തെ കുറിച്ച് പറയുകയാണ്. കൂടിയവർ ആരൊക്കെയാണ്? 1 ഞെരുക്കമുള്ളവർ, കടമുള്ളവർ. പറഞ്ഞവരാണ് കടമുള്ളവർ, സന്തുഷ്ടിയില്ലാത്ത, ഡിപ്രഷൻ പിടിച്ച ഒരു കൂട്ട സാധനം. ഇതാരുടെ കൂടെ നിൽക്കുക? ദാവീദ് എന്തിനു വേണ്ടി നിൽക്കുക? ഒരു നിയോഗത്തിന് വേണ്ടി നിൽക്കുക. നിങ്ങൾ മിണ്ടുന്നില്ല. ഈ നിയോഗത്തിന്റെ കൂടെ 400 പേര് നിൽക്കുക. ഈ 400 പേർക്ക് പ്രശ്നമേ ഉള്ളൂ. ഒരു കൂട്ടം കടമുള്ളവർ, വേറൊരു കൂട്ടം ഞെരുക്കമുള്ളവർ, വേറൊരു കൂട്ടം സന്തുഷ്ടിയില്ലാത്തവർ. ഇവർ 3 കൂട്ടരും ദാവീദിന്റെ കൂടെ കൂടി. സ്തോത്രം. ഞാൻ 1-ാമത്തെ ദൂത് പറയാം. ആമേൻ. ഒരു നിയോഗത്തിന്റെ കൂടെ നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറും. കേട്ടില്ല? ഒന്നുകൂടെ പറഞ്ഞോ. ഒരു നിയോഗത്തിന്റെ കൂടെ നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങളുടെ പ്രശ്നം മാറും. ദാവീദിന്റെ കൂടെ ഈ 400 പേരങ്ങ് നിന്നു. അവർക്ക് കടമുണ്ട്, അവർ ഞെരുക്കമുണ്ട്, സന്തുഷ്ടിയില്ല. പക്ഷെ അവർ അവരുടെ പ്രശ്നങ്ങളെ നോക്കിയില്ല, പ്രതിസന്ധികളെ നോക്കിയില്ല, പ്രതികൂലങ്ങളെ നോക്കിയില്ല. ദാവീദ് എവിടെ പോകുന്നു, ദാവീദ് എവിടെ ചലിക്കുന്നു, അതിൻ്റെ കൂടെ. കാട്ടിലാണെങ്കിൽ കാട്ടിൽ, മരുഭൂമിയിലാണെങ്കിൽ മരുഭൂമിയിൽ. ആമേൻ. ദാവീദ്, സ്തോത്രം, മൃഗങ്ങളെ എറിഞ്ഞോടിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ നിൽക്കുകയാണ്. ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്ന ഒരു ദൂതം, നിയോഗത്തിന്റെ കൂടെ നിൽക്കുക. ആമേൻ പറഞ്ഞില്ല? നിയോഗത്തിന്റെ കൂടെ നിൽക്കുക. നിങ്ങളൊരു നിയോഗത്തിന്റെ കൂടെയാണെങ്കിൽ ഒരു കാലം കഴിയുമ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറും. അവിടെ മറ്റൊന്ന് വെളിപ്പെട്ടു വരും. കരങ്ങളെ അടിച്ച് കർത്താവിന് ആരാധന കൊടുത്തോ. ഇന്ന് ഭയങ്കരമായി ദൈവം നിങ്ങളെ തൊടും. ഈ വചനത്തിലൂടെ ദൈവം നിങ്ങളെ തൊടും. ദാവീദിന്റെ കൂടെ ഇവരിങ്ങനെ നിൽക്കുകയാ. അവരൊന്നും നോക്കുന്നില്ല, നിയോഗത്തിന്റെ കൂടെ നടക്കുകയാ, നിയോഗത്തിനൂടെ നിൽക്കുകയാ. അവരെ ശ്രദ്ധിക്കുന്നില്ല, അവരുടെ കടം ശ്രദ്ധിക്കുന്നില്ല. ദാവീദ് പറയുന്നു പാട്ടുപാടി. ദാവീദ് പറയുന്നു കൈയടിച്ചു. ദാവീദ് പറയുന്നു മുമ്പോട്ട് പോയി. ദാവീദ് എന്തു പറയുന്നോ അതനുസരിച്ച് ചുവട് വെക്കുകയാ. ഇന്ന് പരിശുദ്ധാത്മാവ് ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ലീഡർ പറയുന്നത് അനുസരിച്ച് ചുവട് വെക്കുക. നിങ്ങളുടെ നിയോഗം അനുസരിച്ച് ചുവട് വെക്കുക. കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യും. നിങ്ങൾ മിണ്ടിയിൽ അത്ഭുതങ്ങളെ ചെയ്യും. കരങ്ങളെ തട്ടി ആമേൻ പറഞ്ഞാട്ടെ. ഇനി ഒത്തിരി വിശദീകരിക്കുന്നില്ല, ദൂത് അതുപോലെ അങ്ങ് പറയാം.
ആമേൻ. 1 ദിനവൃത്താന്ത പുസ്തകത്തിലേക്ക് വന്നാട്ടെ. 1 ദിനവൃത്താന്ത പുസ്തകം 12-ാം അധ്യായം അതിന്റെ 8-ന്റെ പകുതി മുതലുള്ള വാക്യങ്ങൾ. മൊത്തം വായിക്കാൻ സമയമില്ല. 8-ന്റെ പകുതി മുതലുള്ള വാക്യങ്ങൾ പറയുന്നു, അവർ ദാവീദിനോട് ചേർന്നു. ആമേൻ. അവർ സിംഹമുഖന്മാരും മലകളിലും മാൻപേടയെ പോലെ വേഗതയുള്ളവരുമായിരുന്നു. നിങ്ങൾ കേട്ടെ, ആ വാക്ക് ശ്രദ്ധിച്ചേ. അവർ ദാവീദിന്റെ കൂടെ ചേർന്നു. അവർ സിംഹമുഖന്മാരും മലകളിലും മാൻപേടയെ പോലെ വേഗതയുള്ളവരുമായിരുന്നു. ശ്രദ്ധിച്ചേ. ശാമുവേൽ പറഞ്ഞു കടക്കാരെന്ന്, ശാമുവേൽ പറഞ്ഞു ഞെരുക്കമുള്ളവരെന്ന്, ശാമുവേൽ പറഞ്ഞു സംതൃപ്തിയില്ലാത്തവരെന്ന്. എന്നാൽ ദിനവൃത്താന്തക്കാരൻ എഴുതിയിരിക്കുകയാണ് കടക്കാരെന്നല്ല, ഞെരുക്കമുള്ളവരെന്നല്ല, സന്തുഷ്ടിയില്ലാത്തവരെന്നല്ല, സിംഹമുഖന്മാർ. നിങ്ങൾ ആമേൻ പറഞ്ഞില്ല? സിംഹമുഖന്മാർ. അടുത്ത വാക്ക് പറയാണ് മാൻപേടയെ പോലെ വേഗതയുള്ളവർ. അതെന്താണ്? ദാവീദിനോട് കൂടെ വന്നപ്പോൾ കടക്കാർ, എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ സിംഹമുഖന്മാർ. ഓ, നിങ്ങൾ ആമേൻ പറഞ്ഞില്ല? തുടക്കം കടം, പിന്നെ അവൻ സിംഹം. ചേർന്നൊരു ആമേൻ പറഞ്ഞാട്ടെ. തുടക്കത്തിൽ കടക്കാരൻ, പിന്നത്തേതിൽ അവൻ സിംഹം. തുടക്കത്തിൽ അവൻ ഞെരുക്കമുള്ളവൻ, പിന്നത്തേതിൽ അവൻ മാൻപേടയെ പോലെ വേഗതയുള്ളവൻ. എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റും? ഒരു നിയോഗത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നിന്റെ അവസ്ഥകൾ മാറി മറ്റൊന്ന് വെളിപ്പെട്ടു വരും, മറ്റൊന്ന് വെളിപ്പെട്ടു വരും. കരങ്ങൾ തട്ടി ആമേൻ പറഞ്ഞാട്ടെ. ഇന്നുള്ളതല്ല യാഥാർത്ഥ്യം, നിന്റെ അകത്തുള്ളത് പുറത്തു വരും, നിന്റെ അകത്തുള്ളത് പുറത്തു വരും. കരങ്ങൾ തട്ടി ദൈവത്തെ സ്തുതിക്ക. പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളുടെ അകത്തുള്ളതിനെ പുറത്തു കൊണ്ടുവരാൻ പോകുകയാണ്. ദാവീദിന്റെ കൂടെയുള്ളവർ തുടക്കത്തിൽ ഞെരുക്കമുള്ളവർ, പിന്നത്തേതിൽ സിംഹമുഖന്മാർ. അതാണ് ഒരു നിയോഗത്തിന്റെ കൂടെ നിൽക്കുമ്പോൾ പ്രശ്നം മാറും. അതിന്റെ താഴത്തെ വാക്യം ശ്രദ്ധിച്ചേ. 14-ാമത്തെ വാക്യം. അവരിൽ ചെറിയവൻ 100 പേർക്ക് വലിയവൻ, 1000 പേർക്ക് വലിയവൻ, 1000 പേർക്ക് മതിയായവൻ. ഒരു കാലം കഴിഞ്ഞപ്പോൾ ഉള്ള സ്ട്രാറ്റജി മുഴുവൻ മാറി. തീർന്നില്ല. അടുത്ത വാക്ക് ശ്രദ്ധിച്ചേ. അതിന്റെ 22-ാമത്തെ വാക്യം. ദാവീദിനെ സഹായിക്കേണ്ടതിന് ദിവസം പ്രതി ആളുകൾ അവന്റെ അടുക്കൽ വന്ന് ഒടുവിൽ ദൈവത്തിന്റെ സൈന്യം പോലെ വലിയൊരു സൈന്യമായി തീർന്നു. നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിച്ച വാക്യം. ദാവീദിനെ സഹായിക്കേണ്ടതിന്, ദൈവത്തെ സഹായിക്കേണ്ടതിന് ദിവസം പ്രതി ആളുകൾ, അല്ല ഒന്നുകൂടെ പറഞ്ഞിട്ട്, ദൈവത്തെ സഹായിക്കേണ്ടതിന് ഒന്നുകൂടെ. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ദാവീദിനെ സഹായിക്കേണ്ടത്. നമുക്കെല്ലാം ഇങ്ങനെ ദൈവത്തെ സഹായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ആ വാക്ക് ശ്രദ്ധിച്ചേ. ദാവീദിനെ സഹായിക്കേണ്ടതിന് ദിവസം പ്രതി ആളുകൾ വന്നുകൂടി അവന്റെ അടുക്കൽ വന്ന് ഒടുവിൽ അവർ ദാവീദിന്റെ സൈന്യമായി മാറി. ദൈവത്തിന്റെ സൈന്യം പോലെ വലിയൊരു സൈന്യമായി തീർന്നു. ആ ദൈവിക സിസ്റ്റം നോക്ക്. സഹായിക്കാൻ വന്നത് ആരായി തീർന്നു? നമുക്കെല്ലാവർക്കും ഇങ്ങനെ ദൈവത്തെ സഹായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിന് വേറെ ഒന്നും ചെയ്യണ്ട, നിങ്ങൾ അഭിഷക്തനെ സഹായിച്ചാൽ മതി. വാക്ക് ശ്രദ്ധിക്കുക. ദാവീദിനെ സഹായിക്കേണ്ടതിന് ജനം വന്നുകൂടി. ഒടുവിൽ അവർ ദാവീദിന്റെ സൈന്യമായില്ല, ദൈവത്തിന്റെ സൈന്യമായി മാറി. നിങ്ങൾ നാളെ ശക്തരാകണമെങ്കിൽ അതിനു മുമ്പ് ദൈവം ഒരു ലീഡർഷിപ്പിനെ നിങ്ങൾക്ക് കാണിക്കും. ആ ലീഡർഷിപ്പിനെ ചേർന്ന് നിൽക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ സൈന്യമായി മാറും. കേട്ടവർ ദൈവത്തിന് നന്ദി പറഞ്ഞേ. ഇത് ദൈവത്തിന്റെ സ്ട്രക്ചറാണ്. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ എഴുതി വച്ചിരിക്കുന്ന പേര് മോശയുടെ ദാസനായ യോശുവ. യഹോവയുടെ ദാസനായ മോശയുടെ മരണശേഷം യഹോവ നൂന്റെ മകനായ മോശയുടെ ശുശ്രൂഷകനായ യോശുവ. നിങ്ങൾ എന്നെ മിണ്ടാത്തെ? അങ്ങനെയാണോ വിളിക്കേണ്ടത്? ദൈവത്തിന്റെ ശുശ്രൂഷ എന്നല്ല വിളിക്കണ്ടേ, അത് പിന്നെ വന്നോളും. മോശയുടെ ശുശ്രൂഷനായ യോശുവ. ഏലിയാവിന്റെ കൈക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത എലീശ. ദാവീദിനെ സഹായിക്കാൻ വന്നവർ സൈന്യം. നിന്റെ ദാസൻ, എന്റെ ഭർത്താവ് നിന്റെ ദാസനായിരുന്നു.
ഇതൊരു ആത്മീയ ഓർഡറാണ്. നിന്നെ ദൈവം ഒരു പദ്ധതിയിലേക്ക് നടത്തുന്നതിന് മുമ്പ് ഒരു നിയോഗത്തിന് മുമ്പിൽ ഇരുത്തും. ഈ പലർക്കും ഭയങ്കര കഴിവുണ്ട്, പക്ഷെ പൊതുവിൽ പറയുന്നൊരു പേരുണ്ട്, കുരുത്തമില്ല. കാരണം ദൈവം ചിലരെ പാകപ്പെടുത്തുന്നത് ഒരു ലീഡർഷിപ്പിന്റെ കൂടെ നിർത്തിയ. ഞങ്ങൾ എത്ര രാമയും പറയുന്നുണ്ട്. കടം മാറ്റുന്നത് ഒന്ന് ഒരു നിയോഗത്തോടുകൂടെ നിൽക്കുമ്പോഴാണ്. നിങ്ങളൊരു ചേർച്ചിന്റെ കൂടെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അതിനോട് സബ്മിറ്റ് ചെയ്യുമ്പോൾ, അതുമായിട്ട് നിങ്ങൾ ഇഴുകിച്ചേരുമ്പോൾ, ആ ആത്മീയ കാര്യത്തോട് നിങ്ങൾ വിധേയപ്പെടുമ്പോൾ, നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ലൈഫ് മാറും. കരങ്ങളെ ഉയർത്തി രാമയും പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഇന്ന് ഈ കേരളത്തിൽ കാണുന്ന, ഇന്ത്യയിൽ കാണുന്ന, ലോകത്ത് കാണുന്ന എല്ലാ മ്യൂസിഷ്യന്മാരും, ക്രിസ്ത്യൻ മ്യൂസിഷ്യന്മാരെല്ലാം ഈ മൈക്കിന്റെ അടുത്തൊക്കെ വന്ന് വട്ടം കറങ്ങി നിന്നവരാ. കീബോർഡിന്റെ ഒക്കെ അടുത്ത് ഇങ്ങനെ തട്ടിമുട്ടി നിന്നവരാ. വന്ന് പായിട്ടവരും മൈക്ക് തിരിച്ചവരൊക്കെയാ. അവരവിടെ ചെറുതായിട്ട് വന്നു, കർത്താവ് അവരെ ഉപയോഗിച്ചു. നിങ്ങൾക്ക് എത്ര പേർ കാമയും പറഞ്ഞ് സ്തോത്രം പറഞ്ഞ് ഏറ്റെടുക്കാൻ പറ്റും? ദൈവം ഇന്ന് ഓരോരുത്തരെ തൊടുകയാണ്. ഇപ്പോൾ ഒന്ന്, നിങ്ങളൊരു നിയോഗത്തിന്റെ കൂടെ നിൽക്കുമ്പോൾ കടം മാറും. തീർന്നില്ല. അതിന്റെ 32ാമത്തെ വാക്യം നോക്കിയേ. 32ാമത്തെ വാക്യം. ഇസ്സാഖാര്യരിൽ ഇസ്രായേൽ ഇന്നത് ചെയ്യണമെന്ന് അറിവാൻ തക്കവണ്ണം കാലജ്ഞന്മാരായ തലവന്മാർ 200 പേർ. കേട്ടോ, കടക്കാരെന്നല്ല, കാലജ്ഞന്മാർ 200 പേർ. തുടക്കത്തിൽ കടക്കാം, ഒരു കാലം കഴിഞ്ഞപ്പോൾ കാലജ്ഞന്മാർ എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാരെന്നല്ല പറഞ്ഞേ, കാലജ്ഞന്മാർ. അവർക്കറിയാം ഓരോ സീസൺ. അവർ വിളിച്ചു പറയും, ഈ സീസണാ, ഈ സീസണിൽ ദൈവം ഇത് ചെയ്യും, ഈ സീസണിൽ യുദ്ധം ജയിക്കും, ഈ സീസൺ കൊയ്ത്ത് നടക്കും, ഈ സീസൺ കൊള്ള പങ്കിടും, ഈ സീസണിൽ പരിശുദ്ധാത്മ ഇങ്ങനെ ചലിക്കുന്നേ, ഇങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്. അവർ ദൈവത്തിന്റെ കാലങ്ങളെ തിരിച്ചറിയും. ഞാൻ ഇന്ന് ഈ പറയുന്ന ദൂത് ശ്രദ്ധിച്ചോ. നീ തുടക്കം കടക്കാരനാണെങ്കിൽ ഒരു നിയോഗത്തിന്റെ കൂടെ നിന്നാൽ നീ കാലജ്ഞന്മാരായി മാറും. ഇതിനകത്തിരിക്കുന്ന എല്ലാവരും ഈ ദൂത് ഏറ്റെടുത്തോണം. ഇന്നത്തെ പ്രശ്നം നിനക്ക് നാളെ കാണത്തില്ല, ഇന്നത്തെ പ്രതിസന്ധി നാളെ കാണത്തില്ല, ഇന്നത്തെ പ്രതികൂലം നാളെ കാണത്തില്ല. അവിടെ മറ്റൊന്ന് വെളിപ്പെട്ട് വരും. കരങ്ങളെ ഉയർത്തി ആമേൻ പറഞ്ഞാട്ടെ. നിങ്ങളുടെ മേലെല്ലാം ദൈവം എന്തോ ഒന്ന് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ മേലെല്ലാം കർത്താവ് എന്തോ വിശേഷമായത് വെച്ചിട്ടുണ്ട്. അതിനെ ഒന്ന് പുറത്തു കൊണ്ടുവരാൻ ദൈവം ചില കാര്യങ്ങൾ ചെയ്യും. എന്നാൽ പലപ്പോഴും നിങ്ങൾ കാണുന്നത് നിങ്ങളുടെ മുമ്പിലുള്ള കടമായിരിക്കും, നിങ്ങളുടെ മുമ്പിലുള്ള രോഗമായിരിക്കും, നിങ്ങളുടെ മുമ്പിലുള്ള തടസ്സമായിരിക്കും. എന്നാൽ ഒരു നിയോഗത്തോട് കൂടെ നിൽക്കുമ്പോൾ ആ രോഗവും ആ കടവും ആ ഞെരുക്കവും ആ ബുദ്ധിമുട്ടും മാറിയിട്ട് നിന്റെ അകത്ത് ദൈവം വെച്ച നിക്ഷേപത്തെ ദൈവം പുറത്തു കൊണ്ടുവരും. കരങ്ങളെ തട്ടി ദൈവത്തെ സ്തുതിക്കാം. ഇന്നിവിടെ ഇരിക്കുന്നവർ നാളെ ആരാകുമെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. എന്തോ വലുത് ദൈവം നിന്റെ അകത്ത് വെച്ചിട്ടുണ്ട്, എന്തോ വലുത് ദൈവം നിന്റെ അകത്ത് വെച്ചിട്ടുണ്ട്, എന്തോ വലുത് ദൈവം നിന്റെ അകത്ത് വെച്ചിട്ടുണ്ട്. അത് പുറത്തു വരാൻ പോകുന്നു. ഓ, കടക്കാർ സിംഹമുഖന്മാരായി, കടക്കാർ മാൻപേടയ്ക്ക് തുല്യമായി, കടക്കാരൻ ദൈവത്തിന്റെ സൈന്യമായി, കടക്കാരൻ കാലജ്ഞന്മാരായി മാറി. കരങ്ങളെ തട്ടി യേശുവേ ഇന്ന് രാത്രി സ്തുതിക്കുക. മാറട്ടെ. നിന്നെ മൂടിയ ചില മൂടുപടങ്ങൾ മാറട്ടെ. നിന്റെ അകത്തിരിക്കുന്ന ദൈവത്തിന്റെ നിക്ഷേപങ്ങൾ വെളിപ്പെടാതെ വണ്ണമുള്ള മൂടുപടങ്ങൾ മാറട്ടെ. കരം തട്ടി യേശുവിന്റെ നാമത്തിൽ. നിയോഗത്തോടു കൂടെ നിൽക്കുക. ഹല്ലേലൂയ. നിങ്ങളുടെ കടം മാറുന്ന ഒരു മാർഗം ഇതാ, നിയോഗത്തിന് കൂടെ നിന്നോണം. ഒരു ജോഷി പാസ്റ്റർ കൂടെ ഒരു ബിജു CS നിന്നപ്പോൾ ഇന്ന് ലോകം കീഴടക്കാൻ തുടങ്ങി. ഒരു ബിജു CX പാസ്റ്റർ കൂടെ ഒരു സാജൻ പാസ്റ്റർ നിന്നപ്പോൾ ദേശം പിടിച്ചടക്കാൻ തുടങ്ങി. ഇന്ന് നിങ്ങൾക്കും ഇന്നും ആ അഭിഷേകം ഉണ്ട്. ഇവിടെ ഇന്നും ആ നിയോഗം ഇവിടെ നിൽപ്പുണ്ട്. ഇന്നും ആ ദൈവശക്തി ഇവിടെ ഉണ്ട്.
ഇന്നും ആ ചലനം ഇവിടെ ഉണ്ട്. അടുത്ത ജനറേഷൻ പൊങ്ങി വരട്ടെ, അടുത്ത തലമുറകൾ പൊങ്ങി വരട്ടെ, അടുത്ത ഉണർവുകൾ തുടങ്ങട്ടെ, അടുത്ത സൈന്യം എഴുന്നേൽക്കട്ടെ, അടുത്ത തലമുറകൾ എഴുന്നേൽക്കട്ടെ, അടുത്ത റിവൈവൽ നടക്കട്ടെ. നിങ്ങൾ ഇന്ന് ഈ ദൂത് പറഞ്ഞ് ഏറ്റെടുത്ത് ദൈവത്തെ സ്തുതിക്കണം. ഒരാൾ പോരാ ദൈവത്തിന്, രണ്ടുപേർ പോരാ. ഈ 800 കോടി ജനത്തെ നേടാൻ അടുത്തൊരു എഴുന്നേൽപ്പ് ഇതിനകത്ത് എഴുന്നേൽക്കാൻ പോകുകയാ. കരങ്ങളെ തട്ടി ദൈവത്തെ സ്തുതിച്ചോ. പൊങ്ങി വരട്ടെ യേശുവിന്റെ നാമത്തിൽ, പൊങ്ങി വരട്ടെ അടുത്ത തലമുറ. യുദ്ധവീരന്മാർ പൊങ്ങി വരട്ടെ, ആസാഫ് പൊങ്ങി വരട്ടെ, വർഷിപ്പ് ലീഡർ പൊങ്ങി വരട്ടെ, യോദ്ധാക്കൾ പൊങ്ങി വരട്ടെ, യുദ്ധവീരന്മാർ പൊങ്ങി വരട്ടെ, പ്രവാചകർ പൊങ്ങി വരട്ടെ, ഇട്ടയന്മാർ പൊങ്ങി വരട്ടെ, അപ്പോസ്തലന്മാർ പൊങ്ങി വരട്ടെ, സുവിശേഷകർ പൊങ്ങി വരട്ടെ, ഉപദേശകന്മാർ പൊങ്ങി വരട്ടെ, ദേവോരന്മാർ പൊങ്ങി വരട്ടെ, പൊങ്ങി വരട്ടെ, പൊങ്ങി വരട്ടെ. ഒരു പുതിയ ഉണർവ് ഇവിടെ ചലിക്കുന്നു. ഈ മീറ്റിംഗിൽ ചിലരെ ദൈവം എഴുന്നേൽപ്പിക്കുകയാണ്. ഈ മീറ്റിംഗിൽ ചിലരെ ദൈവം വ്യത്യസ്തമാക്കുകയാണ്. ഇന്ന് രാവിലെ ഓർപ്പിച്ചതുപോലെ ചിന്തിക്കാത്ത ചിലർ എഴുന്നേൽക്കാൻ പോകുകയാണ്. സംതിങ് ഡിഫറെന്റ്. ദൈവരാജ്യത്തിൽ പുതിയ ചില ആയുധങ്ങൾ കിട്ടുന്നു. ദൈവരാജ്യത്തിൽ പുതിയ ചില ആയുധങ്ങൾ ഇന്ന് രാത്രി എഴുന്നേൽക്കുന്നു. ഈ ചർച്ചിനകത്തും ഇത് കേൾക്കുന്നവരുടെ അകത്തും ദൈവം ഒരു എഴുന്നേൽപ്പ്. കിണറേ പൊങ്ങി വരിക, കിണറേ പൊങ്ങി വരിക, കിണറേ പൊങ്ങി വരിക. അടഞ്ഞ കിണറുകൾ, അടഞ്ഞുപോയ ഉറവകൾ തുറന്നു വരട്ടെ, തുറന്നു വരട്ടെ. കരങ്ങളെ തട്ടി 1-2 മിനിറ്റുകൾ അന്യഭാഷകളിൽ തീർന്നിട്ടില്ല, 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 തീർന്നിട്ടില്ല. പുതിയ ആത്മീയ ജനനങ്ങൾ, പുതിയ സന്തതികൾ, പുതിയ ജനറേഷൻ, പുതിയ അഭിഷക്തന്മാർ, പുതിയ വർഷിപ്പ് ലീഡേഴ്സ്. ഈ സഭ ഇനിയും ആഗോള ദൈവസഭയ്ക്ക് ശക്തന്മാരായ മ്യൂസിഷ്യന്മാരെ കൊടുക്കാൻ പോകുകയാണ്, ശക്തന്മാരായ വർഷിപ്പേഴ്സിനെ കൊടുക്കാൻ പോകുകയാണ്. ലോകത്തെ മുഴുവൻ സ്പർശിക്കുന്ന ചില വർഷിപ്പ് ലീഡേഴ്സ്, ചില മ്യൂസിഷ്യന്മാർ, ചില പ്രവാചകന്മാർ, ചില ഇടയന്മാർ ഇതിനകത്ത് നിന്ന് പൊങ്ങി വരിക. 1-2 മിനിറ്റുകൾ അന്യഭാഷകളിൽ. ഇവിടത്തെ ആത്മമണ്ഡലത്തിന്റെ ജനനങ്ങൾ അവസാനിച്ചിട്ടില്ല. ഇത് ഭയങ്കര ദൈവത്തിന്റെ ഇടപെടല. ഇവിടുത്തെ ആത്മീയ ജനനങ്ങൾ അവസാനിച്ചിട്ടില്ല. ശക്തന്മാർ പുറത്തു വരാൻ പോകുക. ഈ തലമുറകളിലെല്ലാം ഭയങ്കര ദൈവകൃപ വ്യാപരിക്കുന്നു. വീണ്ടും ഞാൻ ആവർത്തിക്കുന്ന ഈ സഭയിൽ നിന്നും ശക്തന്മാരായ മ്യൂസിഷ്യന്മാർ എഴുന്നേൽക്കാൻ പോകും. ഈ കോൺഗ്രിഗേഷനിൽ നിന്ന് ശക്തരായ വർഷിപ്പ് ലീഡേഴ്സ് ഇറങ്ങാൻ പോകുന്നു. ഈ കോൺഗ്രിഗേഷനിൽ നിന്ന് ശക്തരായ പ്രോഫറ്റ് എഴുന്നേൽക്കാൻ പോകുന്നു. ഈ കൂട്ടായ്മയിൽ നിന്ന് ദേശങ്ങളെ പിടിച്ചടക്കുന്ന അഭിഷക്തന്മാർ എഴുന്നേൽക്കാൻ പോകുന്നു. ശക്തരായ ഇവാഞ്ചലിസ്റ്റ് മൂവ് സംഭവിക്കാൻ പോകുന്നു. ദേശങ്ങളെ പിടിച്ചടക്കുന്നവർ എഴുന്നേൽക്കാൻ പോകുന്നു. പട്ടണങ്ങൾക്ക് അധികാരികൾ എഴുന്നേൽക്കാൻ പോകുന്നു. റിവൈവൽ, 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 റിവൈവൽ. നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ ദൂതേറ്റെടുത്തോ. ഞങ്ങൾ ഇച്ചിരി താന്നാലും ഈ ദൂതങ്ങ് പറയാം. അപ്പനേക്കാൾ ശക്തരായിരിക്കും മക്കൾ.
ആത്മാവിലൊന്ന് സ്തോത്രം ചെയ്തോ. ആമേൻ. ഇവിടെ കർത്താവിന്റെ രാജ്യത്തിന്റെ പണിക്ക് നിങ്ങളെ ആവശ്യമാണ്. 100 പേർ എഴുന്നേറ്റ് കൊണ്ടൊന്നും ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം നമുക്ക് നേടാനുള്ളത് 800 കോടിയാ. ഇന്നത്തെ വിശ്വാസികൾ മുഴുവൻ ശുശ്രൂഷകന്മാരായാലും ഇവിടെ ഇനിയും വേലയ്ക്ക് ഹോപ്പുണ്ട്. 10 പേർ എഴുന്നേറ്റ് കൊണ്ട് ആരുടെയും വാതിൽ അടയുന്നില്ല. കാരണം നിന്റെ മേലില്ലാത്ത ഒന്ന് എൻ്റെ മേലുണ്ട്. നിങ്ങൾക്ക് കൊടുത്ത ആയുധമല്ല എനിക്ക് തന്നിരിക്കുന്നത്. പരിശുദ്ധാത്മ എന്ന് പറയുന്നു, ഭയങ്കര ഒരു മൂവിന് വേണ്ടി സഭ തയ്യാറായിക്കോ. ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചേ. നിങ്ങൾ അടുത്തിരിക്കുന്നവരുടെ തോളയിൽ കാര്യം ഒന്ന് വെച്ച് പ്രാർത്ഥിച്ചേ. എന്തോ ചിലതുണ്ടെന്ന് പുറത്തു വരട്ടത്. എന്തോ ചിലതുണ്ടെന്ന് പുറത്തു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഒന്ന് കൈവച്ച് പ്രാർത്ഥിച്ചോ. ഒന്ന് കൈവച്ച് പ്രാർത്ഥിച്ചോ. ഒന്ന് കൈവച്ച് പ്രാർത്ഥിച്ചോ. ഇതൊരു നിയോഗത്തിന്റെ ദൂതാണ്. ഇതൊരു നിയോഗത്തിന്റെ സമയമാ. എന്തോ ഒന്ന് നിന്റെ മേൽ കർത്താവ് വെച്ചേക്കുന്നു. കടക്കാരന്റെ അകത്തൊരു കാലജ്ഞൻ, കടക്കാരന്റെ അകത്തൊരു സിംഹമുഖം, കടക്കാരന്റെ അകത്തൊരു മാൻ പേടയ്ക്ക് തുല്യമായി വേഗതയുള്ളവൻ, കടക്കാരന്റെ അകത്ത് 1000 പേർക്ക് മതിയായവൻ, കടക്കാരന്റെ അകത്ത് സ്തോത്രം ഒരു സൈന്യം, കടക്കാരന്റെ അകത്ത് ഒരു വ്യാമൻ, ഒരു വീരൻ. ഇന്ന് എന്തോ ഒന്ന് നിന്റെ അകത്ത് ഇരിപ്പുണ്ട്. അതിനെ വെളിയിലേക്ക് യേശുവിൻ നാമത്തിൽ പുറത്തു വരട്ടെ. അത് യേശുവിന്റെ നാമത്തിൽ പുറത്തു വരട്ടെ. വെറുതെ ജീവിക്കാനല്ലതല്ല നിന്റെ ജീവിതം. 1000ങ്ങളെ നേടാനുള്ളതാ നിന്റെ ജീവിതം. വെറുതെ നടക്കാനുള്ളതല്ല നിന്റെ ജീവിതം. പട്ടണങ്ങളെ ചലിപ്പിക്കാനുള്ളതാണ് നിന്റെ ജീവിതം. നിന്നിൽ എന്തോ ദൈവം വെച്ചിട്ടുണ്ട്. അത് യേശുവിന്റെ നാമത്തിൽ ഈ ഉപവാസ പ്രാർത്ഥനയുടെ 18ാമത്തെ രാത്രിയിൽ അത് പുറത്തു വരുമാറാകട്ടെ. ഇനി നീ അടഞ്ഞിരിക്കാൻ പറ്റത്തില്ല. ഇനി നീ മറഞ്ഞിരിക്കാൻ പറ്റത്തില്ല. ഇനി നീ ഒതുങ്ങിയിരിക്കാൻ പറ്റത്തില്ല. യേശുവിന്റെ നാമത്തിൽ മാനുഷികമായ ലിമിറ്റേഷൻ ഇന്ന് പൊട്ടി മാറട്ടെ. മാനുഷികമായ പരിധികൾ ഇന്ന് പൊട്ടി മാറട്ടെ. ഹോളി സ്പിരിറ്റിന്റെ ഒരു കടന്നു കയറ്റം ഈ ജനത്തിന്റെ മേൽ, സൂപ്പർ നാച്ചുറലായ ദൈവശക്തി ഈ ജനത്തിൽ അടിക്കട്ടെ. അന്ന് ആ സെഹിയോൻ മാളികമുറിയിൽ അസാധാരണമായ ഒരു പവർ ആ ശരീരങ്ങളിൽ തിരിച്ചറിഞ്ഞതുപോലെ ഈ ശരീരങ്ങൾ ദൈവശക്തി അനുഭവിക്കട്ടെ, രുചിക്കട്ടെ. പുതിയ അന്യഭാഷകൾ, പുതിയ പ്രവചനങ്ങൾ, പുതിയ ദൂതുകൾ, പുതിയ ആത്മബലം യേശുവിൻ നാമത്തിൽ. ഈ കരങ്ങൾ ബലപ്പെടട്ടെ, ഈ കാതുകൾ ബലപ്പെടട്ടെ, ഈ അധരങ്ങൾ ബലപ്പെടട്ടെ. ഒരു സൂപ്പർ നാച്ചുറൽ പവർ. പ്രാർത്ഥിച്ചേ, പ്രാർത്ഥിച്ചേ. 1-2 മിനിറ്റുകൾ പ്രവചിച്ചേ യേശുവിന്റെ നാമത്തിൽ. പൊട്ടട്ടെ, 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 പൊട്ടട്ടെ. നിനക്ക് പ്രായം ചെന്നെങ്കിൽ ധൈര്യപ്പെട്. 90ാമത്തെ വയസ്സിൽ ഒരു യോശുവയെ ഉപയോഗിച്ച ദൈവം ഇതിന്റെ നടുവിലുണ്ട്. പ്രായം ചെന്നെങ്കിൽ സാരമില്ല. 85ാമത്തെ വയസ്സിൽ മലകളെ പിടിച്ചടക്കിയ കാലേബിന്റെ ദൈവം ഇതിന് നടുവിലുണ്ട്. നിനക്ക് വിക്കുണ്ടെങ്കിൽ സാരമില്ല. ഒരു വിക്കനെ കൊണ്ട് 30 ലക്ഷത്തെ പുറത്തു കൊണ്ടുവന്ന ഒരു ദൈവം ഇതിന്റെ നടുവിലുണ്ട്. നീ ബാലനാണെങ്കിൽ സാരമില്ല. ഒരു ശാമുവേലിനെ കൊണ്ട് രാജ്യങ്ങളെ ഇളക്കിയ ദൈവം ഇതിന്റെ നടുവിലുണ്ട്. പ്രായത്തെ കവിയുന്ന, കഴിവിനെ കവിയുന്ന, സാഹചര്യത്തെ കഴിയുന്ന ഒരഭിഷേകം. ചിന്തകൾക്കപ്പുറമായി ദൈവ സാന്നിധ്യം. കൈകൾ ഉയർത്തി ആമേൻ. വിശ്വസിക്കുന്നുണ്ടോ? നിന്റെ അകത്ത് അസാധാരണമായ ഒന്നുണ്ട്. നിന്നെയൊന്നും കടക്കാരനായിട്ടും, നിന്നെയൊന്നും ഞെരുക്കുള്ളവനായിട്ടും, നിന്നെയൊന്നും ഡിപ്രഷനിലാക്കി നിന്നെ എവിടെ ഒതുക്കാൻ പിശാച് നോക്കുന്നേ? നീ സിംഹമുഖനാണ്. ഒരു നിയോഗത്തോടുകൂടെ നിങ്ങൾ നിൽക്കുമ്പോ നിങ്ങളുടെ കടം മാറും.
രണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ? 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം. അറിയാവുന്ന കാര്യമാണ്. കടം മാറുന്ന അടുത്തൊരു മാർഗം. അതിന്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ രാവിലെ തൊട്ട് ഞാനത് പറയും. പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി എലീശയോട് നിലവിളിച്ചു, നിന്റെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. നിന്റെ ദാസൻ യഹോഭക്തനായിരുന്നു എന്ന് നിനക്കറിയാമല്ലോ. ഇപ്പോൾ കടക്കാരൻ എൻ്റെ 2 മക്കളെ പിടിച്ച് അടിമകളാക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. എലീശ അവളോട്, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണം? പറക, വീട്ടിൽ നിനക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു. 1 ഭരണി എണ്ണയില്ലാതെ അടിയൻ്റെ വീട്ടിൽ മറ്റൊന്നുമില്ല എന്ന് അവൾ പറഞ്ഞു. അതിനവൻ, നീ ചെന്ന് നിന്റെ അയൽക്കാരോടൊക്കെയും വെറും പാത്രങ്ങൾ വായ്പ വാങ്ങുക, പാത്രങ്ങൾ കുറവായിരിക്കരുത്. പിന്നെ നീയും നിന്റെ മക്കളും അകത്തു കയറി വാതിലടച്ച് പാത്രങ്ങളിലൊക്കെയും പകർന്ന് നിറഞ്ഞത് ഒരു ഭാഗത്ത് മാറ്റിവെക്കുക എന്ന് പറഞ്ഞു. അവൾ അവനെ വിട്ട് ചെന്ന് തൻ്റെ മക്കളോടുകൂടി അകത്തു കിടന്ന് വാതിലടച്ചു. അവർ അവളുടെ അടുക്കൽ പാത്രങ്ങളെ വെച്ചു കൊടുക്കുകയും അവൾ പകരുകയും ചെയ്തു. പാത്രങ്ങൾ നിറഞ്ഞ ശേഷം അവൾ തൻ്റെ മകനോട്, ഇനിയും പാത്രം കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അവൻ അവളോട്, പാത്രമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എണ്ണ നിന്നുപോയി. കർത്താവിന് വേണ്ടി നിൽക്കുമ്പോൾ കടം മാറും. അതാണ് ആദ്യത്തെ ദൂത്. രണ്ടാമത്തെ ദൂത് ഇവിടെ കാണുന്നത് കർത്താവിന് വേണ്ടി നിന്ന് കടക്കാരായ കാര്യമാണ്. നിന്റെ ദാസനായ എൻ്റെ ഭർത്താവ് ഒരു ദൈവഭക്തനാണെന്നറിയാമല്ലോ, പക്ഷെ ഇപ്പോൾ അവൻ കടക്കാരനായി. അതിന് എലീശ ചോദിച്ചൊരു ചോദ്യം, ഞാൻ നിനക്ക് എന്ത് ചെയ്ത് തരണം? ചില ചില പാസ്റ്റർമാരൊക്കെ ചില വാക്ക് പറഞ്ഞാൽ ഇരിപ്പത. ഇതുകൊണ്ടാണ് ഈ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഓരോ ഭാവി കാര്യങ്ങളൊക്കെ തുറക്കുമ്പോൾ പാസ്റ്റർമാരുടെ അടുത്ത് ചോദിക്കുന്നത്. പക്ഷെ നമ്മളത് അറിയാതെ മറ്റു പലരിലേക്ക് നോക്കും, അത് കുളമാകുകയും ചെയ്യും. പക്ഷെ ഇവൾ കറക്റ്റ് റൂട്ടിൽ ചെന്നു. എന്ത് ചെയ്യണം? അതിന് അദ്ദേഹം പറഞ്ഞ വാക്ക്, ഞാൻ എന്ത് ചെയ്തു തരണം? അടുത്ത വാക്ക്, നിന്റെ കയ്യിൽ എന്തുള്ളൂ? അവൾ പറഞ്ഞ വാക്ക്, 1 ഭരണി എണ്ണയല്ലാതെ അടിയന്റെ വീട്ടിൽ മറ്റൊന്നുമില്ല. പ്രവാചകന്റെ വാക്ക് മതി. കേട്ടില്ല? മതി. നമ്മൾ പലപ്പോഴും ഇല്ലാത്തത് പറഞ്ഞ സങ്കടപ്പെടുന്നത്. പക്ഷെ ഇന്ന് ഈ ദൂത് മറക്കരുത്. നിന്റെ പ്രശ്നം പരിഹരിക്കാനുള്ളത് നിന്റെ മേൽ ദൈവം വെച്ചിട്ടുണ്ട്. ഈ ദൂത് നിങ്ങൾ ഏറ്റെടുത്താൽ ഭയങ്കര ഡെലിവറീസ് നടക്കും. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന കാര്യമുണ്ട്, ആ വ്യക്തിയുടെ പോലൊരു വീടുണ്ടായിരുന്നെങ്കിൽ പ്രശ്നം അറിയാനും, ആ വ്യക്തിയുടെ ജോലി ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ പ്രശ്നം അറിയാനും, ഇന്ന രാജ്യത്തിൽ എത്താൻ പറ്റിയിരുന്നെങ്കിൽ എൻ്റെ പ്രശ്നം അറിയാനും, ഇന്ന ബിസിനസ് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ പ്രശ്നം അറിയാനും, ആ ലോട്ടറി അടിച്ചായിരുന്ന എൻ്റെ പ്രശ്നം അറിയാനും മാറത്തില്ല. നിന്റെ പ്രശ്നങ്ങൾ മാറാനുള്ളത് നിന്റെ കയ്യിൽ ദൈവം തന്നിട്ടുണ്ട്. നീ അത് ചെറുതായിട്ടൊന്നും കാണണ്ട. ആ ചെറുതിനകത്ത് നിന്റെ വിഷയം പരിഹരിക്കപ്പെടും. ഞാൻ ഇന്ന് പറയുന്ന ദൂത് നിങ്ങൾ ഏറ്റെടുത്തോണം. ഇത് സംഭവിക്കാൻ പോവുക. ദൈവം എന്ന് പറയുന്ന ഒരു ദൂത് മതിയെന്ന. നിന്റെ കയ്യിലുള്ളത് മതി നിന്റെ പ്രശ്നം തീരാൻ. മോശേ, നിന്റെ കയ്യിലെ വടി മതി. നീ നേരിടുന്ന ചെങ്കടൽ മുറിക്കാൻ അത് മതി. നീ നേരിടുന്ന തീക്കൽ പാറയെ തകർക്കാൻ അത് മതി. നീ നേരിടുന്ന സാമ്രാജ്യത്തിന്റെ മുമ്പിൽ നിൽക്കാൻ അത് മതി. നിന്റെ കയ്യിലുള്ള വടി മതി. എത്രപേർ കാമയും പറഞ്ഞ് സ്തോത്രം ചെയ്യും? ഖാനയിലെ വീട്ടേ, നിന്റെ വീട്ടിലെ വെറും കൽപാത്രം മതി. ആ പച്ചവെള്ളവും മതി അത്ഭുതം ചെയ്യാൻ. നഥനയേലേ, സ്തോത്രം. ആമേൻ, ആമേൻ. യേശുവിന്റെ അടുക്കൽ വന്ന ബാലക, ആ 5 അപ്പം മതി, ആ 2 മീൻ മതി. അതുകൊണ്ട് ഞാൻ അത്ഭുതങ്ങൾ ചെയ്യാം. നിന്റെ കയ്യിൽ എന്തുണ്ടോ അതുകൊണ്ട് ദൈവം അത്ഭുതങ്ങൾ ചെയ്യും. എത്ര ആമേൻ പറഞ്ഞ് സ്തോത്രം ചെയ്യും? നിന്റെ പ്രശ്നം പരിഹരിക്കാനുള്ളത് നിന്റെ കയ്യിലുണ്ട്. ഉണ്ട് 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 ഉണ്ട്. നിങ്ങൾ എത്ര പേര് ആമേൻ പറഞ്ഞേറ്റ്? ഉണ്ട്. നിന്റെ മേലുണ്ട്, നിന്റെ മേലുണ്ട്. ഇല്ല എന്നല്ല ദൈവം പറയുന്നത്, ഉണ്ട് ഉണ്ട്. പത്രോസേ, നിന്റെ കയ്യിലുള്ള ചൂണ്ട മതി എനിക്കും നിനക്കും കരം കൊടുക്കാൻ. അത് മതി. ഇന്ന് ദൈവം
നിന്നെ ബലപ്പെടുത്തുന്നു. നിന്റെ കയ്യിലുള്ളത് കൊണ്ട് തന്നെ നിന്റെ പ്രശ്നം ദൈവം പരിഹരിക്കാൻ പോകുക. ആമേൻ പറഞ്ഞ് സ്തോത്രം ചെയ്താട്ടെ. ഈ ഭരണി എണ്ണ മതി. നിന്റെ കുടുംബത്തിനകത്ത് തന്നെ നിന്റെ വിടുതലിന്റെ കരുതലുണ്ട്. ഒന്നെങ്കിൽ നിന്റെ കയ്യിൽ കാണും, അല്ലെ നിന്റെ തലമുറയിൽ കാണും. ഉറപ്പാണത്, ഉറപ്പാണ്. മൊർദെഖായിയെ, നിന്റെ വിഷയത്തിന്റെ, നിന്റെ പ്രാർത്ഥനയുടെ മറുപടി നിന്റെ വീട്ടിൽ തന്നെ വളരുന്നുണ്ട്. അത് എസ്തേറാണ്. നിന്നെ തകർക്കുന്ന വിഷയത്തെ തകർക്കാൻ വേണ്ടി ഞാൻ നിന്റെ അകത്ത് തന്നെ ഓരോന്ന് വെച്ചിട്ടുണ്ട്. കരമൊന്ന് ഉയർത്തി ആമേൻ. നിങ്ങൾ എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? നിന്റെ അകത്ത് ദൈവം വെച്ചിട്ടുണ്ട്. അത് ഇന്നൊന്ന് വെളിപ്പെട്ടാൽ മതി. ഇന്നത്തെ ഈ ദൂത് നിങ്ങൾ ഏറ്റെടുക്കണം. സാധാരണ കാര്യമാണ്. 2007 എൻ്റെ പിതാവ് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. എൻ്റെ പിതാവ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോ ലക്ഷങ്ങൾ കടം, വീട് ജപ്തി, പറമ്പ് ജപ്തി, ഹല്ലേലൂയ, ബാധ്യതകൾ. അച്ഛന്റെ പെങ്ങന്മാർക്ക് കൊടുക്കേണ്ട ഷെയറുകൾ കൊടുത്തിട്ടില്ല. ചേച്ചിമാരെ വിവാഹം കഴിച്ചതിന്റെ ഷെയറുകൾ കൊടുത്തിട്ടില്ല. എൻ്റെ വിവാഹം നടന്നിട്ടില്ല. എൻ്റെ ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല. വീടില്ല. പിന്നെ വണ്ടിയുടെ കാര്യം പറയാൻ വേണ്ടല്ലോ. ഇത്രയും പ്രതിസന്ധിയുടെ നടുവിലാ എൻ്റെ പിതാവ് മരിക്കുന്നത്. ഞാനൊരു സുവിശേഷകൻ. എനിക്ക് 4 പെങ്ങന്മാർ. ഇത്രയും ഉത്തരവാദിത്തങ്ങൾ ഒരുമിച്ച് എൻ്റെ തലയിലോട്ട് വരിക ഒരു ദിവസം കൊണ്ട്. നിങ്ങൾക്കറിയാം ഒരു സുവിശേഷൻ എന്ന നിലയിൽ എന്ത് എങ്ങനെ എന്ന് നിങ്ങൾക്കറിയാം. ഹല്ലേലൂയ. എനിക്കെങ്ങനെ പുറത്തു വരണമെന്ന് അറിയത്തില്ല. സുവിശേഷം പറയാനല്ലാതെ വേറെ ഒന്നും അറിയത്തുമില്ല. എൻ്റെ അച്ഛൻ മരിച്ചു. പക്ഷെ എനിക്ക് അന്ന് കർത്താവുമായിട്ടൊരു എൻകൗണ്ടർ ഉണ്ടായി. സ്വർഗീയ പിതാവിൻ്റെ പിതാവായി മാറി. ഭയങ്കര ചേഞ്ച് എൻ്റെ മേൽ നടന്നു. ഞാനതോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. പക്ഷേ കർത്താവ് ഒരു കാര്യം ചെയ്തു. 2008 എൻ്റെ ആദ്യത്തെ CD ഇറങ്ങി. ഒരു വർഷം ഏറ്റവും കുറഞ്ഞത് 1.5 ലക്ഷം പാട്ടിറങ്ങുന്ന. അതിൻ്റെ ഇടയിൽ എൻ്റെ CD ഇറങ്ങി. ആമേൻ. ഒരു വരി ലോകത്തെ സ്പർശിച്ചു. ആമേൻ പറയുന്നു. എൻ ജീവനെ കാളും നീ വലിയതാണെനിക്ക്. എൻ ജീവനെ യേശുവേ ഭൂമി ഉണ്ടായിട്ട് ഇത്രയും കാലഘട്ടത്തിനിടയിൽ ഈ ട്യൂണ് ദൈവം ആർക്കും കൊടുത്തില്ല. നിങ്ങൾ മിണ്ടിയില്ല. ദാവീദിന് പോലെ ഈ ട്യൂൺ കൊടുത്തില്ല. ഈ സ്റ്റാൻസും കൊടുത്തില്ല. അത് കർത്താവ് എനിക്ക് തന്നു. 2008 ആ CD പുറത്തിറങ്ങി. 2008 തന്നെ അത് ലോകം മുഴുവൻ എത്തി. സഭ എന്നെ ഏറ്റെടുത്തു. എന്നെ ദേശങ്ങളിലേക്ക് അയച്ചു. എൻ്റെ കടം മാറി.
എൻ്റെ വീടിൻ്റെ ബാധ്യത മാറി, എൻ്റെ വിവാഹം നടന്നു. എന്നെ സഭ അറിഞ്ഞത് ഒരു പ്രാസംഗികനായിട്ടല്ല, ഒരൊറ്റ പാട്ടെഴുതിയെന്ന് പറഞ്ഞ ഇനഫ്, അതും മതിയായിരുന്നു. ഞാൻ ആഗ്രഹിച്ച എല്ലാ പ്ലാറ്റ്ഫോമിലും ദൈവം എന്നെ എത്തിച്ചു. ഞാൻ ആഗ്രഹിച്ച എല്ലാ അഭിഷക്തന്മാരും അങ്ങോട്ട് വിളിക്കാതെ ഇങ്ങോട്ട് വിളിച്ചു. അവരുടെ കൂടെ എന്നെ ഇരുത്തി, അവരെന്നെ കൊണ്ടുപോയി, അവരെന്നെ സ്നേഹിച്ചു. സഭയുടെ വാതിൽ തുറന്നു തന്നു, സഭയിലേക്ക് എന്നെ കയറ്റി. ഇതുപോലെ എന്തോ ഒരു എണ്ണ നിന്റെ അകത്തുണ്ട്. താതന്റെ മാഴ്വല്ലേ ചൂടനിക്ക്, താതന്റെ കൈയല്ലേ തണലെനിക്ക്. അങ്ങേക്കാ വേറെയൊന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. കണ്ണിൻ മണി പോ എന്നെ കരുതും, ഉള്ളം കരത്തിൽ എന്നെ വഹിക്കും. തള്ളി മാർവിൽ ാമേ പറയാൻ പറ്റും. ദിനവും യേശുവിന്റെ കൂടെ, ദിനവും യേശുവിന്റെ ചാരേ. ഓ ദിനവും യേശുവിന്റെ കൂടെ, ഓ ദിനവും യേശുവിന്റെ ചാരേ. പ്രിയനേ എന്നേശു, ഓ കഴിയില്ലെനിക്ക്. കഴിവൻ നിൻ കൃപയാണേ, ബലമല്ല നിന്റെ കഴിവല്ല നിന്റെ കൃപ, നിൻ കൃപയാണേ. ഓ ബലമല്ല നിന്റെ. ഏതോ ഒരു ഭരണി നിന്റെ അകത്തുണ്ട്. ഞാനിത് പറയുന്നത് നിങ്ങളുടെ ഉള്ളത്തിൽ കയറുന്നുണ്ടോ? നീ പറയുന്ന ഒന്നുമില്ലെന്ന്. കരങ്ങളെ തട്ടി ഒരു ആമേൻ പറയാൻ പറ്റുമോ? പലരും ഇന്നും പറയാറുണ്ട്, രാജേഷേ നിന്റെ പ്രസംഗമൊന്നുമല്ല, നിന്റെ പാട്ട്. ഞാൻ നിങ്ങളോട് പറയാം, ഹൃദയത്തിൻ്റെ അകത്തെന്നാ പറയുന്നത്. എൻ്റെ ലൈഫിനെ മുഴുവൻ മാറ്റാൻ ഒരു പാട്ടിനെ ദൈവം എടുത്തു. എൻ്റെ വീട്ടിലോട്ട് പോകാൻ ഇന്നും ഒറ്റ ബസ്സേ ഉള്ളൂ. എൻ്റെ വീട്ടിൽ ഇന്നും വണ്ടി കയറത്തില്ല, പാടാ, ഓഫ് റോഡാ. എൻ്റെ വീടിൻ്റെ ചുറ്റുമൊക്കെ ഇന്നും മലയും കാടും ഒക്കെയാ.
ഇന്നും ഞാൻ ഒരു പ്രഭാതത്തിൽ ഇറങ്ങി വന്നത് ഒരു വലിയ യാത്രയ്ക്ക് ശേഷം. പക്ഷെ കർത്താവിന് അതൊന്നും വിഷയമല്ല. എന്തോ ഒരു ഭരണി എണ്ണ നിന്റെ അകത്തുണ്ട്. ഉണ്ട്. അത് പൊങ്ങി വരട്ടെ യേശുവിന്റെ നാമത്തിൽ. നിന്റെ സാഹചര്യത്തെ മാറ്റാൻ, നിന്റെ ഇന്നത്തെ അവസ്ഥകളെ മാറ്റാൻ ദൈവം പോകുന്നു. കർത്താവ് ചിലതിനെ അത്ഭുതമാക്കാൻ പോകുന്നു. നിനക്ക് ദൈവം തന്ന ചെറിയ ഗിഫ്റ്റ് ഉണ്ടല്ലോ, അത് ദൈവം വർദ്ധിപ്പിക്കും യേശുവിന്റെ നാമത്തിൽ. പാടാനുള്ള കഴിവ് വർദ്ധിക്കട്ടെ, പ്രസംഗിക്കാനുള്ള കഴിവ് വർദ്ധിക്കട്ടെ. നിനക്ക് ദൈവം തന്നതിനകത്ത് ഒരു ഡിവൈൻ വർധനവ് സംഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ ഒരു ഭയങ്കര വർധനവ്, വലിയ വർധനവ്. എത്ര ഊറ്റിയാലും, എത്ര പകർന്നാലും, എത്ര കൊടുത്താലും തീരാത്ത വണ്ണം ഇന്ന് ദൈവം നിന്റെ അകത്തെ എണ്ണയെ വർദ്ധിപ്പിക്കാൻ പോകുക യേശുവിൻ നാമത്തിൽ. കരങ്ങളെ തട്ടി ദൈവത്തെ സ്തുതിച്ചോ. എന്തോ ഒന്ന് നിന്റെ അകത്തുണ്ട്. ഇതിനകത്തിരിക്കുന്ന ഓരോ മക്കളെ നോക്കി എനിക്ക് ആത്മാവിൽ അറിയാം, എന്തോ ഒന്ന് നിന്റെ അകത്തുണ്ട്. എന്തോ ഒന്ന് നിന്റെ അകത്തുണ്ട്. എന്തോ ഒന്ന് നിന്റെ അകത്തുണ്ട്. യേശുവിന്റെ നാമത്തിൽ അത് പുറത്ത് വരട്ടെ, വരട്ടെ, വരട്ടെ യേശുവിന്റെ നാമത്തിൽ. അകത്തുണ്ട്, 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 അകത്തുണ്ടത്. ഒരു പാത്രം എണ്ണ മാറ്റിവെച്ചതുപോലെ, ഒരു ഭരണിക്കകത്ത് അല്പം മാവ് മാറ്റിവെച്ചതുപോലെ എന്തോന്ന് നിന്റെ അകത്തുണ്ട്. വിശ്വസിക്കുന്നവർ കരമുയർത്തി ആമേൻ. ഞാൻ ഇന്നിവിടെ പ്രസംഗിച്ചിട്ട് പോവുക. പക്ഷേ ഇന്നലെ വരെ കാണാത്ത ചിലത് നിങ്ങളകത്ത് പുറത്തു വരും, പുറത്ത് വന്നിരിക്കും. ശക്തന്മാരായ വർഷിപ്പ് ലീഡേഴ്സ് ഇവിടെ എഴുന്നേൽക്കും. ശക്തന്മാരായ പാട്ടുകൾ എഴുതുന്നവർ, ട്യൂൺ ചെയ്യുന്നവർ എഴുന്നേൽക്കും. ശക്തരായ പ്രവാചകർ എഴുന്നേൽക്കും. ശക്തരായ ബിസിനസ്സുകാർ എഴുന്നേൽക്കും. ശക്തരായ എഞ്ചിനീയേഴ്സ് എഴുന്നേൽക്കും. ദൈവം എന്തോ നിനക്ക് തന്ന വിശേഷമായ അതിനെ കർത്താവ് വർദ്ധിപ്പിക്കാൻ പോകുക. കരങ്ങളെ തട്ടി ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ഉണ്ട്, പുറത്തു വരട്ടത്, പുറത്തു വരട്ടത്, പുറത്തു വരട്ടെ. ഇല്ലെന്നല്ല ദൈവം പറയുന്നത്, ഉണ്ടെന്നാ പറയുന്നത്. ഒറ്റ വരി പാട്ട് എൻ ജീവനേക്കാൾ വലുതായിരുന്നു. ആ ഒരൊറ്റ വരി കൊണ്ട് ദൈവം എന്നെ ലോകത്തെത്തിച്ച്. വാതിലുകൾ തുറന്നേ, രാജ്യങ്ങൾ തുറന്നേ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എന്നെ കണ്ടുമുട്ടിയവർ പലരും പറഞ്ഞ കാര്യമുണ്ട്. അർദ്ധരാത്രിയിൽ ഈ പാട്ട് മൂളിത്തന്നു. തപ്പിച്ചെന്നപ്പോൾ ബ്രദറെ നിങ്ങളായിരുന്നു. കർത്താവ് പറഞ്ഞു അവനെ വിളിക്കാൻ പറഞ്ഞു. എൻ്റെ പ്രസംഗത്തെക്കാട്ടിലും ജനത്തെ മിനിസ്റ്റർ ചെയ്തു സോങ്സുകൾ. ഇന്ന് മലയാളികൾ എവിടെയുണ്ടോ അവിടെയെല്ലാം എത്തിച്ചു. ഇതിനൊന്നും എൻ്റെ ഒരു എഫേർട്ടും ഇല്ല. ഒരു ദിവസം കർത്താവ് പറഞ്ഞു ഞാനുണ്ട്. എൻ്റെ അപ്പനും മരിച്ചു, എൻ്റെ വഴികളെല്ലാം അടഞ്ഞപ്പം കർത്താവ് പറഞ്ഞു ഞാനുണ്ട്. ഞാൻ ചിന്തിച്ചില്ല ഈ ഒരു പാട്ടിന് ഇത്ര ശക്തി ഉണ്ടെന്ന്. എത്ര ഉണർവുകൾ ജനിപ്പിച്ചു, എത്ര രാജ്യങ്ങൾ ഏറ്റെടുത്തു, എത്ര ഭാഷക്കാരത് പാടി. ഹല്ലേലൂയ. ഞാൻ ഇന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ അകത്ത് എന്തോ ദൈവം വെച്ചിട്ടുണ്ട്. വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിക്കാൻ പറ്റുമോ? അത് പൊങ്ങി വരും. കർത്താവ് അതിനെ പൊക്കിക്കൊണ്ട് വരും. നിങ്ങളുടെ കടങ്ങൾ മാറ്റുന്നതിന് നിങ്ങളുടെ അകത്ത് എന്തോ ദൈവം വെച്ചിട്ടുണ്ട്.
വിശ്വസിച്ച് ഒരു ആമേൻ പറഞ്ഞാട്ടെ. ഒറ്റ വാക്കൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കാം. റോമാലേഖനം ഞാൻ വാക്യം മാത്രം വായിച്ചു നിർത്താം. 1-ാം അധ്യായം 16-ാമത്തെ വാക്യം, 14-ാമത്തെ വാക്യം. യവനന്മാർക്കും ബർബരന്മാർക്കും ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും ഞാൻ കടക്കാരനാകുന്നു. വലിയൊരു കടക്കാരനെ കാണിക്കുക. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞാൻ കടക്കാരനാകുന്നു. സ്തോത്രം, സ്തോത്രം. എന്തിനാ കടം? സുവിശേഷം അറിയിപ്പാൻ. ഞാൻ കടക്കാരൻ. ഇങ്ങനെ കടമുള്ള ആരെങ്കിലും ഉണ്ടോ ഇവിടെ? കേട്ടില്ല. ഈ കടക്കാരുണ്ടോ ഇവിടെ? ഒരുത്തൻ പറയാണ്, ഭൂമിയിലെ സകല ജനത്തിനും ഞാൻ കടക്കാരനാണ്. മറക്കല്ല, പിണങ്ങല്ല. നമ്മുടെ ഇന്ത്യയിൽ ഒരു കാലം മൊത്തം സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഭയങ്കര ഒരു തിരതല്ലലുണ്ടായിരുന്നു. എന്നാൽ ഏകദേശം ഒരു 10 വർഷത്തിന് തൊട്ട് മുമ്പ് ഞങ്ങളുടെ പ്രസംഗമൊക്കെ അമേരിക്കയും ഗൾഫും യു കെ ഒക്കെ ആയതുകൊണ്ട് സുവിശേഷ വേലയ്ക്ക് വേണ്ടി ആൾക്കാർ ഇറങ്ങുന്നത് കുറഞ്ഞു. ഒരു 10 വർഷത്തിനിടയിൽ ഞങ്ങൾക്ക് വന്നൊരു മാനസാന്തരമാണത്. 10 വർഷത്തിന് മുമ്പ് ഞങ്ങളുടെ മീറ്റിങ്ങിൽ എല്ലാവരും ശുശ്രൂഷിച്ച് ഞങ്ങളെല്ലാം നോർത്ത് ഇന്ത്യക്ക് വേണ്ടി കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വിടുമായിരുന്നു. അങ്ങനത്തെ ഒരു ഉണർവുണ്ടായിരുന്നു. എന്നാൽ ഈ 10 വർഷം ഞങ്ങൾ ഇച്ചിരി അങ്ങ് പ്ലേറ്റ് മാറ്റിയതുകൊണ്ട് ജനമെല്ലാം യു കെയിലേക്കും അമേരിക്കയിലേക്ക് പൊയ്ക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ കർത്താവ് പദ്ധതി മാറ്റിയില്ല. ഈ 10 വർഷമായിട്ടുള്ളൂ ഈ നോർത്ത് ഇന്ത്യ മുഴുവൻ ഇങ്ങോട്ട് വരാൻ തുടങ്ങിയിട്ട്. 10 വർഷം മുമ്പ് വരെ നമ്മൾ അങ്ങോട്ട് പോകുമായിരുന്നു. അപ്പം അങ്ങോട്ട് പോക്ക് നമ്മൾ നിർത്തിയപ്പോൾ ദൈവം അവരെ ഇങ്ങോട്ട് ഇളക്കി വിട്ടു. രാവിലെ എങ്ങും പോയി വഴി ചോദിക്കാൻ റോട്ടിൽ പോയി നിൽക്കരുത് കേട്ടോ. വഴി അറിയാവുന്ന ഒരുത്തനുമില്ല. നീ വഴി ചോദിച്ചാൽ അവൻ അറിയത്തില്ല, അവൻ എന്നാ പറയുന്ന പോലെ നമുക്ക് മനസ്സിലാകത്തില്ല. ഇവരെല്ലാം രാവിലെ കൊണ്ട് ഇട്ടേക്കുന്ന അവരോടെല്ലാം സുവിശേഷം പറയാൻ വേണ്ടിയാ. ഇനി അത് ചെയ്തില്ല, ദൈവം ഇതിനെല്ലാം വീട്ടിൽ കയറ്റും. കാരണം ഇന്ത്യയെ ദൈവം നമ്മുടെ കയ്യിലാണ് തന്നേക്കുന്നത്. വിശ്വസിച്ചൊരു ആമേൻ പറഞ്ഞു. ഇന്ത്യയെ സുവിശേഷീകരിക്കുക എന്നുള്ളത് ദൈവം നമ്മളെ ഏൽപ്പിച്ച ദൗത്യമാണ് പ്രിയപ്പെട്ടവരെ. എന്ന് ഈ വചനം പറയുമ്പോൾ ഒരു കടം നമ്മുടെ അകത്ത് കയറണം. സുവിശേഷം അറിയിക്കാൻ ഒരു കടം. നിങ്ങൾ എത്ര പേര് ഈ ദൂത് ഏറ്റെടുക്കുമെന്ന് എനിക്കറിയില്ല. പൗലോസ് പറയാണ്, ഞാൻ കടക്കാരൻ. അദ്ദേഹം പറയാണ്, ഞാൻ യെരൂശലേം യഹൂദന് കടക്കാരൻ. ഇവിടെ എഴുതിയിട്ടില്ല, പക്ഷെ യഹൂദന് ഞാൻ കടക്കാരൻ. റോമാലേഖനം 10-ാം അധ്യായത്തിൽ പറയുന്നു, യഹൂദനെ നേടേണ്ടതിന് ഞാൻ ശാപകസ്ഥനായാലും കുഴപ്പമില്ല. അവന്റെ ഉള്ളിൽ യഹൂദനെ കുറിച്ചൊരു ഭാരം ഉണ്ടായിരുന്നു. നിങ്ങൾ അടുത്ത വാക്ക് ശ്രദ്ധിച്ചോ? ദൈവം ആ കടം തീർത്തു. ഒരിക്കൽ അവൻ യെരൂശലേമിൽ പിടിക്കപ്പെടുമ്പോൾ 1-2 പേരല്ല, മുഴുവൻ യഹൂദനും അവന്റെ അറസ്റ്റ് കാണാൻ വന്നു. അന്ന് അവരുടെ നടുവിൽ അവൻ യേശുവിനെ പ്രസംഗിച്ചു. അന്ന് രാത്രി കിടക്കുമ്പോൾ ദൈവം പറഞ്ഞു, കടന്ന് ഞാൻ തീർത്തു കേട്ടോ, നീ യെരൂശലേമിൽ എന്നെ സാക്ഷീകരിച്ചു. നിനക്ക് സുവിശേഷം അറിയിക്കണമെന്നൊരു കടമുണ്ടെങ്കിൽ നീ പോലും അറിയാതെ ദൈവം അത് നിവർത്തിക്കും. കൈ ഉയർത്തിയ രാമേൻ പറഞ്ഞാട്ടെ, ഞാൻ യവനർക്ക് കടക്കാരനാ. എത്ര പട്ടണങ്ങളെ അവൻ നേടി. ഇന്നത്തെ പോലെ വണ്ടിയും വള്ളവും ടെക്നോളജിയും ഇല്ലാത്ത കാലത്ത് അവൻ ഭൂഖണ്ഡങ്ങളെ കീഴടക്കി. കാരണം അവൻ്റെ അകത്തൊരു കടം എനിക്കറിയിക്കണം. മലയാളി എന്നൊരു സർക്കിൾ മാത്രമല്ല നിന്റെ വിഷൻ കേട്ടോ. നീ ഓൾ വേൾഡിനുള്ളവനാണ്. ഇന്ന് നീ അതൊന്ന് തിരിച്ചറിഞ്ഞാൽ രാജ്യത്തിന്റെ എല്ലാ വാതിലുകളും നിനക്ക് തുറക്കും. നിങ്ങൾ ആമേൻ പറഞ്ഞില്ല, സ്തോത്രം പറഞ്ഞു ഏറ്റെടുത്താട്ടെ. അദ്ദേഹം പറഞ്ഞു, ഞാൻ ബുദ്ധിഹീനനെ കടക്കാരനാ. ഇടങ്കയും വഴങ്കയും തിരിച്ചറിയാത്ത ലുസ്രയിൽ അവൻ വചനം പ്രസംഗിച്ചു. എഫെസോസിൽ അവൻ വചനം പ്രസംഗിച്ചു. മൂഢജാതിയുടെ ഇടയിൽ കടക്കാരനാ.
അദ്ദേഹം പറഞ്ഞു, എനിക്ക് ജ്ഞാനികളോട് ഞാൻ കടക്കാരനാണ്. ജ്ഞാനികൾ നിറഞ്ഞിരുന്ന അരിയോപക കുന്നിൽ ജ്ഞാനികളോട് അവൻ സുവിശേഷം പറഞ്ഞു. നിന്റെ അകത്ത് ആരോടെങ്കിലും സുവിശേഷം പറയണമെന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ, ഒരു ഭാരം ഉണ്ടെങ്കിൽ, ഒരു പ്രാർത്ഥനയുണ്ടെങ്കിൽ, സത്യമായിട്ട് ഞാൻ പറയാം, മരിക്കുന്നതിൻ്റെ പുറം ഒന്നെങ്കിൽ നീ അവിടെ എത്തും, അല്ലെങ്കിൽ അവർ നിന്റെ അടുക്കലെത്തിക്കും. ദൈവം അത് ചെയ്യും. ഞാൻ ബർബരന്മാർക്ക് കടക്കാരൻ. റോമിലേക്ക് പോകുന്ന വഴിക്ക് കപ്പൽ തകർന്നു. ഒരു പലകയിൽ കിടന്നവൻ ഒരു ദ്വീപിലെത്തി. ആ ദ്വീപിലുള്ളവർ അവൻ അസാധാരണ ദയ കാണിച്ചു. ആ ദ്വീപിനുള്ള ജനത്തിന്റെ പേരെഴുതി വെച്ചു ബർബരൻ. ഒരിക്കൽ പറഞ്ഞതാ, എനിക്ക് ബർബറിന്റെ അടുക്കൽ പോണം. ഒരിക്കൽ പറഞ്ഞതാ, എനിക്ക് ബർബറിന്റെ അടുക്കൽ പോണം. കർത്താവ് ഒരു കപ്പൽ ഉടച്ചിട്ട് അവന്റെ കടമടയ്ക്കാൻ അവിടെ കൊണ്ടുപോയി. ഞാൻ ഇന്ന് ഈ ദൂത് പറയുമ്പോൾ നിങ്ങളുടെ അതിരുകളെ വിശാലമാക്കുക. മലയാളിയിൽ മാത്രം ഒതുങ്ങരുത്. ഭൂമിയുടെ അറ്റം വരെയും നീ കർത്താവിന്റെ സാക്ഷിയാകണം. അതിന് നിന്റെ അകത്തൊറ്റ വാക്ക് മതി, ഞാൻ കടക്കാരനാണ്. എത്ര പേർ കരം ഉയർത്തി ആമേൻ പറയാൻ തയ്യാറാണ്? എല്ലാവരും ചേർന്ന് ദൈവത്തെ ഒന്ന് സ്തുതിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ എത്ര പേരുടെ ഉള്ളിൽ ഇങ്ങനത്തെ ഒരു കടമുണ്ട്? നിങ്ങളുടെ തലമുറയിൽ എല്ലാവരെയും യേശു അറിയണം. അതിന് ദൈവം നിങ്ങളെ ഉപയോഗിക്കണം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി, അത് സംഭവിക്കും. ഞാൻ ഈ വാക്ക് പറഞ്ഞ് നിർത്തുകയാണ്. ദൈവത്തിന്റെ ആഗ്രഹമാണ് നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം സാക്ഷികളാകണമെന്ന്. പക്ഷെ അത് ദൈവത്തിന്റെ ആഗ്രഹം മാത്രമായാൽ പോരാ. പൗലോസ് പറയുന്നു, റോമക്കാരെ, നിങ്ങളെ കാണാൻ എത്ര നാൾ ഞാൻ വാഞ്ചിക്കുന്നു. ദൈവത്തിന്റെ ആഗ്രഹമാണ് നീ എത്തണം. നിന്റെ വാഞ്ചയും ആകണം. നിന്റെ വാഞ്ചയും ദൈവത്തിന്റെ വാക്തത്വവും ഒരുമിക്കുമ്പോൾ നടക്കുന്നതാണ് വാക്തത്വ നിവർത്തി. ദൈവം മാത്രം ഉദ്ദേശിച്ചാൽ പോരാ, നീയും ഉദ്ദേശിക്കണം. ഒരാമയും പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കാമോ? എത്ര പേർക്ക് ഇന്ന് ഈ കടഭാരമുണ്ട്? എത്ര പേർക്ക് ഇങ്ങനൊരു കടഭാരമുണ്ട്? കർത്താവ്, ഈ തലമുറയിൽ സകലരുടെ സുവിശേഷം പറയാൻ എന്നെ ഒരുക്കണമേ. പറഞ്ഞാട്ടെ, വായികളെ തുറന്ന് പറഞ്ഞാട്ടെ. ഇന്ന് ഇവിടെ ഞാൻ ഈ വചനത്തിലൂടെ തുറക്കുന്നത് മൾട്ടി ലാംഗ്വേജിന്റെ ഒരു ഓപ്പണിംഗ് ഇവിടെ തുറക്കാൻ പോവാ. അനവധി രാജ്യങ്ങളുടെ വാതിൽ ഈ മിനിസ്ട്രിക്ക് വേണ്ടി തുറക്കാൻ പോവാ. ഇതൊരു മലയാളി കോൺഗ്രിഗേഷൻ അല്ല. ഭൂഖണ്ഡങ്ങളെ മുഴുവനും സ്പർശിക്കത്തക്കവണ്ണം ഭാഷ അതിനൊരു വിഷയമല്ല. ദൈവം അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുന്നു. എത്ര പേര് ആമേൻ പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കാൻ പറ്റും? 5 വൻകരങ്ങളെ സ്പർശിക്കുന്ന നിലയിൽ ദൈവം ഈ മിനിസ്ട്രിയെ വിശാലമാക്കാൻ പോകുക. എല്ലാ ഭാഷക്കാരും നിന്റെ സന്ദേശം കേൾക്കാൻ പോകുക. എല്ലാ ഭാഷക്കാരിലും നിന്റെ ദൂതുകൾ എത്താൻ പോകുക. ഇന്ന് ആ ദൂത് നിന്റെ അകത്ത് കയറട്ടെ. മൊഴി മാറ്റി എത്തേണ്ടിടത്ത് അങ്ങനെ എത്തും. യേശുവിന്റെ നാമത്തിൽ നിന്റെ ദൂതുകൾ എത്താൻ പോകുന്നു. വാഞ്ച, കടം. എത്ര പേർ വായികളെ തുറന്നു പറ, യേശുവേ, ഈ തലമുറയിൽ എന്നെ ഉപയോഗിക്കണമേ. ഈ 800 കോടി തലമുറയ്ക്ക് വേണ്ടി എന്നെ ഉപയോഗിക്കണമേ. ഈ 800 കോടി വായി തുറന്നു പറഞ്ഞേ. ഞാൻ ഒരു ഒറ്റ വാക്കിൽ പ്രാർത്ഥിക്കാൻ പോയാ. ലോകവ്യാപകമായൊരു ഉണർവിന് വേണ്ടി എല്ലാ ഭാഷക്കാരുടെ നടുവിൽ, എല്ലാ ഗോത്രക്കാരുടെ നടുവിൽ, എല്ലാ വൻകരകളിലും ഒരു ഉണർവിന് വേണ്ടി എന്നെ ഉപയോഗിക്കണം എന്നാഗ്രഹിക്കുന്നവർ ദൈവസന്നിധിയിൽ എഴുന്നേറ്റാട്ടെ. ചിലപ്പോൾ ഒരു ചിരിയായിരിക്കുന്ന വിഷയമായിരിക്കാം, പക്ഷെ ഇന്നത്തെ ഈ എഴുന്നേറ്റ് നിൽക്കുന്ന അത്ഭുതം സംഭവിക്കും. കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചു. ഒരുത്തൻ ഒറ്റയ്ക്ക് നിന്ന് പറഞ്ഞതാ, ഞാൻ കടക്കാരനാ, ഞാൻ യഹൂദന് കടക്കാരനാ, യവനന് കടക്കാരനാ, ജ്ഞാനിക്ക് കടക്കാരനാ, ബുദ്ധിഹീനന് കടക്കാരനാ, സകല ജനത്തിന് ഞാൻ കടക്കാരനാ, എന്നെ ഉപയോഗിക്കണമേ. അവന്റെ കടം ദൈവം തീർത്തു. രാജാക്കന്മാർക്ക് ഞാൻ കടക്കാരനാ, രാജാക്കന്മാരുടെ മുമ്പിൽ എത്തിച്ചു. തെരുക്കളിൽ ഞാൻ കടക്കാരനാ, അവിടെ ദൈവം അവനെ ഉപയോഗിച്ചു. പട്ടണങ്ങൾ അവന് വേണ്ടി സ്വതവേ തുറന്നു.
കാവൽക്കാർ അവനെ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോയി. ദൈവം ഇന്ന് ചിലർക്ക് വേണ്ടി അസാധാരണമായ വഴികൾ തുറക്കുന്നു. ദൈവം ഇന്ന് ഈ വചനം പറയുമ്പോൾ മൾട്ടി ലാംഗ്വേജുകൾ നീ കൈകാര്യം ചെയ്യാൻ പോകുക. ഇതെങ്ങനെ സംഭവിക്കുമെന്നൊന്നും നീ ചിന്തിക്കണ്ട, ഇതെങ്ങനെ നടക്കുമെന്നൊന്നും നീ ചിന്തിക്കണ്ട. ദൈവം നിന്നെ ഉപയോഗിക്കാൻ പോകുക, ദൈവം നിന്നെ ഉപയോഗിക്കാൻ പോകുക. കടം വ്യാപരിക്കട്ടെ. ഓ ദേശങ്ങളെ കുറിച്ചുള്ള കടം, ഓ റബല ഹറ്റല ബറബ, നിന്റെ അടുക്കൽ ദൂത് കേൾക്കാൻ ജനങ്ങൾ വരാൻ പോകുക. സാധാരണമായ ദൂതിന്റെ തലങ്ങൾ ഓപ്പൺ ആകാൻ പോകുക. കൃപാവരത്തിന്റെ വലിയ വൻമഴകൾ ദൈവം അയക്കാൻ പോകുക. ഈ ചർച്ചിന്റെ മേൽ ഒരു ഭയങ്കര ദൈവത്തിന്റെ മേഘം നിറഞ്ഞു നിൽക്കുന്നു. വലിയൊരു പുതപ്പിതിനകത്ത് വന്ന് വീഴുന്നു. വലിയൊരു വിളക്കിതിനകത്ത് കത്തുന്നു. വലിയ ചില കൈമാറ്റങ്ങൾ ഇവിടെ നടക്കുന്നു. ഓ റബല ഹൻചല മനഗടഗസ്യ, പരിധികൾ പൊട്ടുന്നു, പരിമിതികൾ പൊട്ടുന്നു. ദൈവം ഈ ജനത്തെ അടുത്തൊരു ലെവലിലേക്ക് കയറ്റുകയാ. ഈ വചനം നിവർത്തിക്കപ്പെടുന്ന വചനമാ, ഈ വചനം നടക്കുന്ന വചനമാണ്. 1-2 മിനിറ്റുകൾ സ്തോത്രം പറഞ്ഞേ. യേശുവേ, വാ തുറന്ന് പറ, യേശുവേ ഈ തലമുറയിൽ എന്നെ ഉപയോഗിക്കണമേ, ഈ തലമുറയ്ക്ക് വേണ്ടി എന്നെ ഉപയോഗിക്കണമേ, ഈ തലമുറയ്ക്ക് വേണ്ടി എന്നെ ഉപയോഗിക്കണമേ, ഈ ജനറേഷന് വേണ്ടി എന്നെ ഉപയോഗിക്കണമേ, എല്ലായിടത്തും എന്നെ ഉപയോഗിക്കണമേ. യേശുവിന്റെ നാമത്തിൽ വായികളെ തുറന്നു പറ, യേശുവിന്റെ നാമത്തിൽ എന്റെ അതിരുകൾ വിശാലമാകട്ടെ. കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും യേശുവിന്റെ നാമത്തിൽ ഞാൻ എന്റെ കൂടാരത്തിന്റെ കുറ്റികളെ നീട്ടി അടിക്കുകയാണ്. നീ ചുരുങ്ങാനല്ല ദൈവം പറയുന്നത്, വിശാലമാകുക, വിശാലമാകുക. നീ പരക്കുക, നീ പരക്കുക, നീ കീഴടക്കുക, ദേശങ്ങളെ പിടിച്ചടക്കുക, നീ ദേശങ്ങളെ വിഴുങ്ങുക, നീ ദേശങ്ങളെ പിടിച്ചടക്കുക. രാജ്യങ്ങൾ കടക്കട്ടെ. ഈ ദിനങ്ങളിൽ തന്നെ ചില ബന്ധങ്ങൾ നിനക്ക് വേണ്ടി തുറന്നു വരും. ഈ ദിനങ്ങളിൽ തന്നെ ചില അസാധാരണ ഓപ്പർച്യൂണിറ്റികൾ നിന്നെ തേടി വരുന്നു. ഇന്ന് ചിലത് തുറക്കുകയാ. ഇന്ന് രാത്രിയിൽ ചിലത് ദൈവം തുറക്കുകയാ. ഇന്ന് രാത്രിയിൽ ചിലത്, സാധാരണമായി ചിലത് നിനക്ക് വരുന്നു, 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 വരുന്നു. കരങ്ങളെ തട്ടി 1-2 മിനിറ്റ് ദൈവത്തെ ആരാധിക്കും. പിശാചിന്റെ വാ അടയട്ടെ, പിശാചിന്റെ തന്ത്രങ്ങൾ തകരട്ടെ. വിശാലത, 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 വിശാലത. അതിരുകൾ വിശാലമാകട്ടെ. കരങ്ങളെ തട്ടി ആത്മാവിൽ ഒന്ന് കയറി ദൈവത്തെ സ്തുതിച്ചോ. ഇനി നീ പുറകോട്ടില്ല, ഇനി നീ പുറകോട്ട് വരത്തില്ല, ഇനി നീ ചുരുങ്ങത്തില്ല, ഇനി നീ വിഴുങ്ങാൻ പോകുക ദേശങ്ങളെ. നിന്നിൽ നിന്നൊരു നദി ഒഴുകുന്നു, ദേശങ്ങളെ നനയ്ക്കുന്ന, രാജ്യങ്ങളെ മുക്കുന്ന ഒരു നദി, നദി. കർത്താവേ, ഈ എഴുന്നേറ്റ് നിൽക്കുന്ന മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. ഒരു റിവൈവലിന് വേണ്ടി ഒരുക്കണേ, റിവൈവലിന് വേണ്ടി ഒരുക്കണേ. എനിക്കറിയില്ല കർത്താവേ, ദൈവം എന്ന് ശക്തമായി പറഞ്ഞ ആലോചന. കടക്കാരനകത്ത് കാലജ്ഞൻ കണ്ടവൻ, കടക്കാരന്റെ വീട്ടിനകത്തൊരു ഉറവ കണ്ടവൻ. ഒരു കടക്കാരന്റെ കടം തീർക്കാൻ ദൈവം രാജ്യത്തിന്റെ മുഴുവാതിൽ തുറന്നതുപോലെ ഈ വചനം ഞാൻ ഈ സഭയ്ക്ക് കൊടുക്കുമ്പോ ഇനി അടുത്ത മീറ്റിങ്ങൾ അത്ഭുതങ്ങൾ ഇവിടെ സംഭവിക്കട്ടെ. വിശാലതകളെ തുറക്കുന്നു. എഴുന്നേറ്റ് നിൽക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കുന്നു. ഗ്രേറ്റ് റിവൈവലിന് വേണ്ടി ഞങ്ങൾ കാണാത്ത, പിതാക്കന്മാർ കാണാത്ത ദൂതുകളും ആലോചനകളും മർമ്മങ്ങളും വെളിപ്പാടുകളും ശുശ്രൂഷകളും ഈ തലമുറയുടെ മേൽ വന്ന് വീഴട്ടെ. പിശാച് ഞെട്ടട്ടെ. പിശാചിന് വട്ടുപിടിക്കുന്ന ഒരു തലമുറ എഴുന്നേറ്റ് വരട്ടെ. പിശാചിന്റെ സകല സ്ട്രാറ്റജിയും തകർക്കുന്ന ഒരു തലമുറ എഴുന്നേറ്റ് വരട്ടെ, എഴുന്നേറ്റ് വരട്ടെ, എഴുന്നേറ്റ് വരട്ടെ.
ദൈവസഭ ഇന്നുവരെ കേൾക്കാത്ത ചില ശബ്ദം കേൾക്കട്ടെ. ദൈവസഭ ഇന്നുവരെ കേൾക്കാത്ത ചില പ്രവാചകന്മാർ എഴുന്നേൽക്കട്ടെ. ജനത്തെ അനുഗ്രഹിക്കുന്നു, ജനത്തെ ഉയർത്തുന്നു, ജനത്തിനു മേൽ അഭിഷേകത്തെ പകരുന്നു. ഒരു ഗ്രേറ്റ് റിവൈവലിന് വേണ്ടി ജനത്തെ ഒരുക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ